പാരം വ്യസനം തിങ്ങി ആകെ കരഞ്ഞു തേങ്ങി താജുൽ ഉലമാ തങ്ങൾ നമ്മെ പിരിഞ്ഞു തിങ്കൾ നെഞ്ചിൽ മൂറിപ്പാടായി നന്മലർ ഈ മഹത്തായ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. വടുതല കോട്ടൂർ കാട്ടുപുറമ്പള്ളി ജമാഅത്തിൻ്റെയും അരൂർ മഹൽ മുസ്ലിം ജമാഅത്തിൻ്റെയും ഖാലിയും ഈ നാടിൻ്റെ അഭിമാനവുമായ അസയ്യിദ് PMS തങ്ങൾ അവറുകൾ ഈ വേദിയുടെ പ്രാരംഭം കുറിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. താജുൽ ഉലമയുടെ സീമന്തപുത്രനും പ്രമുഖ പണ്ഡിതനുമായ അസയ്യിദ് ഹാമിദ് ഇമ്പിച്ചിക്കോയ തങ്ങൾ ദുആക്ക് നേതൃത്വം നൽകുന്നതാണ്. സമസ്ത മുഷാവറ മെമ്പർ പ്രമുഖ പണ്ഡിതനായ കൊല്ലം അസുദ്ദീൻ സഖാഫി മുഖ്യ പ്രഭാഷണം നടത്തുന്നതാണ്. കൂടാതെ സയ്യിദ് ഹാമിദ് ബാഫക്കി തങ്ങൾ, സയ്യിദ് കൊച്ചുകോയ തങ്ങൾ, സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ തുടങ്ങി നിരവധി സാദാത്തുക്കളും അനവധി പണ്ഡിതന്മാരും പങ്കെടുക്കുന്ന ഈ മഹത്തായ ധന്യമായ ദുആ മജ്ലിസിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ബഹുമാന്യരായ നമ്മുടെ അതിഥികളെല്ലാം സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ ഈ വേദിയിലേക്ക് അവർ എത്തുന്നതാണ്. എല്ലാ മാന്യ സഹോദരന്മാരും സദസ്സിലേക്ക് കടന്നിരുന്ന് വേദി ഭംഗിയാക്കണമെന്ന് വിനയപുരസ്സരം ആവശ്യപ്പെടുന്നു. ബഹുമാന്യനായ സയ്യിദ് PMS തങ്ങൾ അവറുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ യോഗ നടപടികൾ ആരംഭിക്കുന്നതാണ്. ബഹുവന്യരായ താജുൽ ഉലമയുടെ പേരിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഈ മഹത്തായ ദുആ മജ്ലിസിലേക്ക് എല്ലാ നല്ലവരായ ജനങ്ങളും കടന്നിരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ബഹുവന്യരായ സമസ്തയുടെ സെക്രട്ടറി കൂടിയായ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാറും അതേപ്രകാരം താജുൽ ഉലമയുടെ സീമന്തപുത്രനായ സയ്യിദ് ഹാമിദ് ഇമ്പിച്ചിക്കോയ തങ്ങൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഹാമിദ് ബാഫക്കി തങ്ങൾ തുടങ്ങി ബഹുവന്യരായ സാദാത്തുക്കളും പണ്ഡിതന്മാരും നമ്മുടെ വേദിയിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരും. തുടർന്ന് വടുതലയുടെ ചരിത്രത്തിൽ ഒരു പൊൻതൂവലായി കേരളത്തിലെ മുസ്ലിം ചരിത്രത്തിൽ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും ഉന്നതമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയും പണ്ഡിത കേസരിയും സയ്യിദ് തറവാട്ടിലെ കാരണവരുമായിരുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി തങ്ങളവറുകളുടെ പേരിലുള്ള ദുആ സമ്മേളനം ആരംഭിക്കുകയാണ്. ഈ സമ്മേളനം മഹാനായ തങ്ങളവറുകളുടെയും അതുവഴി അഹ്ലുബൈത്തിൻ്റെയും അതുവഴി ആദരവായ ഹബീബുല്ലാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ബറക്കത്തും അവിടുത്തെ തിരുനോട്ടവും ലഭിക്കുന്ന ഒരു ധന്യമായ ദുആ മജ്ലിസാണിത്. ഈ മജ്ലിസിൽ വളരെ അച്ചടക്കത്തോടുകൂടെ നിങ്ങളേവരെയും ഈ സദസ്സിൽ പങ്കെടുക്കുന്നതിന് പ്രത്യേകം ക്ഷണിക്കുകയാണ്. സമ്മേളനാനന്തരം ഭക്ഷണ വിതരണവും കഴിഞ്ഞതിന് ശേഷം മാത്രമേ പിരിഞ്ഞു പോകാവൂ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. താജുൽ ഉലമയുടെ മകനും വലിയ പണ്ഡിതനുമായ സയ്യിദ് ഹാമിദ് ഇമ്പിച്ചിക്കോയ തങ്ങൾ അവറുകളാണ്
നമ്മുടെ വേദിയിൽ വിശിഷ്ടാതിഥിയായി എത്തുന്നത് വളരെ നീണ്ട കാലം ജമിയത്തുൽ ഉലമയുടെ ആളുകൾ ശ്രമിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു അവസരം ഒരുക്കാൻ കഴിഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ മജ്ലിസിൽ സംബന്ധിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചതുപോലെ നാളെ അവൻ്റെ അനുഗ്രഹീത സ്വർഗത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജിവാറിൽ താജുൽ ഉലമയോടൊപ്പം സംഗമിക്കാൻ അല്ലാഹു നമ്മെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ഇത്തരുണത്തിൽ പ്രാർത്ഥിക്കുകയാണ്. കേരളത്തിൽ മുസ്ലിം സമൂഹത്തിന് ദിശാബോധം നൽകി ആദർശ സംരക്ഷണത്തിന് നേതൃത്വം നൽകുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളാണ് നമ്മുടെ വേദിയിൽ പ്രസംഗിക്കുന്നത്. പ്രധാനമായും സമസ്തയുടെ കേന്ദ്ര മുശാവറ സെക്രട്ടറി കൂടിയായ കേരളത്തിലെ പ്രമുഖ പണ്ഡിതനും തുല്യതയില്ലാത്ത ഫക്കീഹുമായ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ തവ്വലല്ലാഹു ഉംറഹു മഹാനവറുകളാണ് ഈ മഹത്തായ വേദി ഉദ്ഘാടനം ചെയ്യുന്നത്. ഉച്ചക്ക് തന്നെ ഏതാണ്ട് 2 മണി കഴിഞ്ഞപ്പോൾ തന്നെ ബഹുവന്യരായ ഉസ്താദ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ ഈ വേദിയിലേക്ക് വരും. വന്നാൽ ഉടനെ തന്നെ യോഗ നടപടികൾ ആരംഭിക്കുമെന്ന് നിങ്ങളെ അറിയിക്കുന്നു. എല്ലാ മാന്യ മുസ്ലിം സഹോദരന്മാരും റോഡിൻ്റെ സൈഡിലും മറ്റും കാണികളായി നോക്കി നിൽക്കാതെ ഈ മഹത്തായ സദസ്സിലേക്ക് കടന്നിരുന്ന് ഇതിൻ്റെ ബറക്കത്തും ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും ഖൈറുകളും കരസ്ഥമാക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇലാ ഹദ്റത്ത് നബിയിനാ വസയ്യിദിനാ വശഫീഇനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. آمين. الحمد لله رب العالمين. الحمد لله الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيده. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم أوصل ثواب ما قرأناه من القرآن العظيم وما صليناه هذه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة نبينا وسيدنا وشفيعنا وهادينا ومرشدنا مصطفى صلى الله عليه وسلم
اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته ولا تحرمنا رؤيته وأوردنا حوضه المورود وحشرنا غدا في زمرته يوم القيامة تحت ظل لوائه المعقود. اللهم آته الوسيلة والفضيلة والدرجة الرفيعة وبعثه المقام المحمود الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد. ثم إلى حضرات جميع آبائه وإخوانه من الأنبياء والمرسلين صلوات الله وسلامه عليهم أجمعين. ثم إلى حضرات جميع الأولياء والعلماء والشهداء والصالحين رضوان الله تعالى عليهم أجمعين. ثم إلى حضرات جميع ساداتنا المدفونين في بلادنا خاصة. اللهم قدس أرواحهم ونور ضرائحهم ورفع درجاتهم وأكرم مقامهم يا رب العالمين. اللهم زدنا وزدهم شرفا على شرفهم الذي أوليتهم وعزا على عزهم الذي أعطيتهم. اللهم اجمع بيننا وبينهم في دار جنات النعيم. اللهم اجمع بيننا وبينهم في دار جنات النعيم. ثم إلى أرواح آبائنا وأمهاتنا وأجدادنا وجداتنا وسائر أقربائنا وأمواتنا وأموات المسلمين عامة. اللهم اغفر لهم وارحمهم واعف عنهم وعافهم يا رب العالمين. اللهم اجعل جمنا هذا جما مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما. اللهم حصل مرادنا وأوصلنا إلى مقاصدنا. اللهم يسر أسيرنا وسهل أمورنا وشف أمراضنا يا شافي الأمراض. اللهم اقض حاجاتنا يا قاضي الحاجات. اللهم ادفع بلياتنا يا دافع البليات. اللهم ارزقنا علما نافعا وعملا متقبلا ورزقا حلالا طيبا وعمرا في طاعتك طويلا. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. اللهم أعزنا وأعز أهل السنة والجماعة وأذل البدعة والضلالة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا سلمنا من آفات الدارين وارزقنا سعادات الدارين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. അഭിവന്യരായ ഉസ്താദുമാരെ, ബഹുമാന്യരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മുതഅല്ലിംകളെ, നാട്ടുകാരെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃസ്ഥാനത്ത് അരനൂറ്റാണ്ടിലേറെ കാലം നിറഞ്ഞു നിന്ന കേരളത്തിലെ മുസ്ലിം ചരിത്രത്തിൽ ഈ നൂറ്റാണ്ടിൽ ഏറ്റവും ഔന്നത്യമുള്ള ഒരു വ്യക്തിത്വമായി ചരിത്രം രേഖപ്പെടുത്തിയ അഹ്ലുബൈത്തിലെ കാരണവരും അഗാധമായ പാണ്ഡിത്യത്തിൻ്റെ ഉടമയുമായിരുന്ന ബഹുവന്യരായ താജുൽ ഉലമ അസ്സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി തങ്ങളവറുകളുടെ വിയോഗത്തിന് ശേഷം കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും
അനുസ്മരണ ദുആ സമ്മേളനങ്ങൾ നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നമ്മുടെ ഈ ചേർത്തല താലൂക്ക് സുന്നി ജംഇയ്യത്തുൽ ഉലമ സംഘടിപ്പിച്ചിട്ടുള്ള താജുൽ ഉലമ അനുസ്മരണ സമ്മേളനത്തിലാണ് നാം ഉള്ളത്. നമുക്കറിയാം, നമ്മുടെ കൊച്ചു കേരളത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ഇസ്ലാം കേരളത്തിലെത്തി എന്നതാണ് പ്രമുഖമായ ചരിത്ര വിശദീകരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരായ വന്ദ്യരായ സ്വഹാബത്ത് കേരളത്തിൽ വന്ന് ഇസ്ലാം പ്രചരിപ്പിക്കുകയും തുടർന്ന് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഹദറമൗത്തിൽ നിന്നും അതുപോലെ യമനിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും മറ്റു പല ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും വന്ദ്യരായ സാദാത്തുക്കളും അവരുടെ കൂടെ വന്നവരുമായ പണ്ഡിതന്മാർ കേരളത്തിൽ ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൻ്റെ നേർക്കുനേരെയുള്ള പ്രചരണത്തിൻ്റെയും പഠനത്തിൻ്റെയും ഫലമായി തനതായ രൂപത്തിൽ കേരളത്തിൽ എത്തി എന്നത് പ്രചരിച്ചു എന്നതും കൊച്ചു കേരളത്തിൻ്റെ ചരിത്രത്തിൽ സൗഭാഗ്യമായി രേഖപ്പെടുത്തപ്പെട്ട മുസ്ലിങ്ങൾക്ക് സ്വാഭിമാനം പറയാൻ കഴിയുന്ന ഒരു ചരിത്ര സത്യമാണ്. തുടർന്ന് കേരളത്തിൽ മുസ്ലിം സമൂഹത്തെ ആദർശപരമായി ഭിന്നിപ്പിച്ച് പുത്തനാശയങ്ങളും നവീനവാദങ്ങളുമായി വിശ്വാസം ചോർത്തിയെടുക്കാനും മുസ്ലിം സമൂഹത്തിൻ്റെ മൂല്യം തകർക്കാനുമായി വന്ന ബിദഈ കക്ഷികളെ പ്രതിരോധിച്ച് ഇസ്ലാമിൻ്റെ ശരിയായ ആശയങ്ങളും ആദർശങ്ങളും മുസ്ലിം സമൂഹത്തെ ബോധ്യപ്പെടുത്തി ദിശാബോധം നൽകി ഈ സമൂഹത്തെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ദീനിൻ്റെ ശരിയായ മാർഗത്തിൽ അടിയുറപ്പിച്ച് നിർത്തുന്നതിന് ആവശ്യമായ നേതൃത്വം നൽകുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകൃതമാവുകയും സമസ്തയുടെ തുടക്കം മുതൽ തന്നെ ദിഷണാശാലികളായ പണ്ഡിതവരേണ്യർ ഈ സമൂഹത്തിന് ആവശ്യമായ മതബോധനം നൽകുന്നതിന് മതവിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും സാംസ്കാരികമായ മുന്നേറ്റങ്ങളും അതിനേക്കാളെല്ലാം ഉപരിയായി ഇസ്ലാമിക ആദർശ വിശ്വാസങ്ങളിലും അനുഷ്ഠാന കാര്യങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അവിടുത്തെ അനുചരന്മാർ എന്ത് ആശയമാണോ ഇവിടെ പ്രചരിപ്പിച്ചത് അത് അതിൻ്റെ തനതായ രീതിയിൽ നിലനിർത്തുന്നതിന് മുസ്ലിം സമൂഹത്തെ ബോധവാന്മാരാക്കി ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സമൂഹം, ആ കൂട്ടായ്മ അതിൻ്റെ ജൈത്രയാത്ര തുടരുകയാണ്. സമസ്തയുടെ ചരിത്രത്തിൽ കേരളത്തിൽ ഏതെല്ലാം പ്രസ്ഥാനങ്ങൾ, ഏതെല്ലാം പുത്തനാശയക്കാർ, ഏതെല്ലാം പുതിയ പുതിയ രൂപങ്ങളിൽ രംഗപ്രവേശം ചെയ്തിട്ടുണ്ടോ അവരെയെല്ലാം വസ്തുനിഷ്ഠമായി തുറന്നു കാണിക്കുകയും മുസ്ലിം സമൂഹത്തെ അവരുടെ ആഖിറം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ആ വിഷയത്തിൽ ബോധവാന്മാരാക്കി അവരെ ശരിയായ പാതയിൽ അടിയുറപ്പിച്ച് നിർത്താൻ ആവശ്യമായ നടപടികൾ ഈ ജംഇയ്യത്തുൽ ഉലമ സ്വീകരിച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് ബിദഈ കക്ഷികൾ പൂർവസൂരികളായ മുഴുവൻ മഹത്തുക്കളെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇസ്ലാമിൻ്റെ ആദർശങ്ങളിലും അനുഷ്ഠാനങ്ങളിലും കൈകടത്തലുകൾ നടത്തി രംഗത്ത് വരികയും മറ്റൊരു വിഭാഗം മതരാഷ്ട്രവാദവുമായി അതേപ്രകാരം രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമായി വന്ന് ഈ സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ വേറൊരു ഭാഗത്ത് കള്ളത്വരീക്കത്തുകാരും അതുപോലെ
ജാലവിദ്യകൾ കാണിച്ച് ജനങ്ങളെ പറഞ്ഞു മയക്കി ഓരോ ഷെയ്ഖുമാരും അവരുടെ സിൽബന്ദികളുമായി കുറേ സമൂഹങ്ങളൊക്കെ ഉണർന്നു വന്ന് ആര് എവിടെ തലപൊക്കിയാലും ഇസ്ലാമിക ശരീഅത്തിന് വിരുദ്ധമാണെങ്കിൽ, സ്വഹാബത്തിന്റെ കീഴ്വഴക്കങ്ങൾക്ക് വിരുദ്ധമാണെങ്കിൽ അത് ഒരു രാഷ്ട്രീയക്കാരനെയും ഒരു ഭരണാധികാരിയെയും ഭയപ്പെടാതെ സമൂഹത്തിൻ്റെ ഉന്നമനത്തിനും പാരത്രിക മോക്ഷവും മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്ന ഒരു പണ്ഡിത വൃന്ദം, അതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും സമസ്ത വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. പല ആളുകളും സമസ്തയെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചരിത്രം പരതി നോക്കിയാൽ നമുക്കറിയാം, സമസ്ത എന്താണോ തീരുമാനിച്ചത്, എന്താണോ പഠിച്ചു പറഞ്ഞത്, അത് യാഥാർത്ഥ്യമായി പുലർന്ന് സമസ്തക്കെതിരെ വന്ന, സുന്നി ആദർശങ്ങൾക്കെതിരെ വന്ന എല്ലാ കക്ഷികളും തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. ലോകത്താദ്യമായി ഖാദിയാനികൾ കാഫിറാണെന്ന് പറഞ്ഞത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ് എന്നത് വസ്തുതയാണ്. അതിനുശേഷമാണ് മറ്റ് ലോകരാഷ്ട്രങ്ങളിൽ പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാർ പോലും ആ വിഷയം പഠിക്കുവാനും അത് ആ വിഷയത്തിൽ നിലപാടറിയിക്കാനും അവർക്ക് കഴിഞ്ഞത്. കാരണം സമസ്തയിലുള്ളത് കേവലം പണ്ഡിത വേഷധാരികളല്ല, മറിച്ച് മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈഅ, അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്ന, ഇവിടെ ഭൗതികമായ ഒരു രാഷ്ട്രീയ പാർട്ടിയെയും ഒരു ഭരണാധികാരിയെയും ഒരാളെയും ഭയപ്പെട്ടുകൊണ്ട് ദീൻ മാറ്റിപ്പറയാൻ തയ്യാറല്ലാത്ത ശക്തമായ ഒരു നേതൃത്വ നിരയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കുള്ളത്. അതുകൊണ്ട് തന്നെ ആ സമസ്തയുടെ നേതൃസ്ഥാനത്ത് അരനൂറ്റാണ്ടിരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു വലിയ ചരിത്രം രേഖപ്പെടുത്തുന്ന, ഈ നൂറ്റാണ്ടിൻ്റെ കേരള മുസ്ലിം ചരിത്രത്തിൽ ഏറ്റവും വലിയ ഔന്നത്യത്തിൻ്റെ ഉടമയാണ് മഹാനായ താജുൽ ഉലമ. കേവലം സമസ്തയുടെ പ്രസിഡന്റ് മാത്രമല്ല, നമുക്കറിയാം നമ്മൾ തന്നെ തങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ നാം കണ്ടിട്ടുണ്ട്. 1998 കാലയളവിൽ ഈ കൊച്ചു വടുതലയിൽ മഹാനായ തങ്ങളവറുകൾ ആദ്യമായി വന്നു. ഹിദായത്തുൽ ഇസ്ലാം കോംപ്ലക്സിന്റെ ശിലാസ്ഥാപനത്തിന് വേണ്ടി അന്ന് ക്ഷണിച്ച് തങ്ങളെ ഞാൻ കൊണ്ടുവന്നപ്പോൾ മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ ഒപ്പം, അന്ന് അരൂക്കുറ്റി പാലം വന്നിട്ടില്ല, തങ്ങൾ തൻ്റെ ദലായിലുൽ ഖൈറാത്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ തങ്ങളുടെ കാറ് ജങ്കാറിലേക്ക് കയറ്റിയത് തങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ല. പെട്ടെന്ന് തങ്ങൾ ഓതിക്കൊണ്ടിരുന്ന തങ്ങൾ തല ഉയർത്തി നോക്കിയപ്പോൾ കാറ് വെള്ളത്തിലൂടെ പോകുന്നത് പോലെയാണ് തങ്ങൾക്ക് തോന്നിയത്. തങ്ങൾ അന്ന് വളരെ സന്തോഷത്തിലായിരുന്നു. ബഹുമാനപ്പെട്ട താജുൽ ഉലമ അന്ന് ആ ബിൽഡിങ്ങിൻ്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെയും ആ പള്ളിയുടെയും ഒക്കെ പ്രവർത്തനത്തിന് വേണ്ടി സജീവമായി ഓടി നടന്നിരുന്ന ഒരു ചെറുപ്പക്കാരൻ അബ്ദുൽ ഹക്കീം, അദ്ദേഹം ഇന്ന് ഖബറിലാണ്, അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ ഒരു കുട്ടി സംസാരിക്കുമായിരുന്നില്ല. കുറേ പ്രായമായിട്ടും സംസാരിക്കില്ല, ഭ ഭ ഭ എന്ന് മാത്രമേ പറയുള്ളൂ. ഒരുപാട് ഡോക്ടർമാർ ചികിത്സിച്ചു. അന്ന് ഈ ചടങ്ങ് കഴിഞ്ഞ് തങ്ങൾ അവിടെ ഭക്ഷണം കഴിച്ച് വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടിയുമായി അദ്ദേഹം വന്നപ്പോൾ തങ്ങൾ കൈ കഴുകിയ വെള്ളം, തങ്ങളോട് ഈ വിഷയം പറഞ്ഞപ്പോൾ തങ്ങൾ കൈ കഴുകിയ മുഖത്തുനിന്ന് വെള്ളമെടുത്തിട്ട് അവൻ്റെ മുഖത്തേക്ക് ഉടഞ്ഞിട്ട് പറഞ്ഞു, അവൻ സംസാരിച്ചോളും, ഇനി അവനെ ചികിത്സിക്കണ്ട. അതിനുശേഷം ആ കുട്ടിയെ ഞാൻ കാണുന്നത് നബിദിന പരിപാടിക്ക് പാട്ടുപാടുന്നതാണ്. ഒരുപക്ഷെ ആ കുട്ടി സദസ്സിലുണ്ടാകും. അതിന് ദൃക്സാക്ഷിയായ ആളാണ് ഈ നിൽക്കുന്ന നാസിക്ക. ഇത് എവിടെയെങ്കിലും നടന്ന കറാമത്തുകൾ പറയുകയല്ല. അതേപോലെ നമ്മുടെ സദസ്സിലിരിക്കുന്ന മുഹമ്മദ് മുസ്ലിയാർ, അദ്ദേഹത്തിന് മക്കളില്ലായിരുന്നു. അന്ന് ഒരുപാട് ചികിത്സകൾ ചെയ്ത അദ്ദേഹം വളരെ നിരാശയിലായിരുന്നു. ആ സമയത്ത് തങ്ങൾ മന്ത്രിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് കുട്ടികളുണ്ടാകും. അദ്ദേഹത്തിന് ഇന്ന് നല്ല മക്കളുണ്ട്. അള്ളാഹു സാലിഹീങ്ങളായ സന്താനങ്ങളാക്കുമാറാവട്ടെ. ഞാനിത് പറഞ്ഞത്, സാധാരണ നമ്മൾ ഏതെങ്കിലും ഒരാളെ മഹത്വവൽക്കരിക്കാൻ വേണ്ടി ഇല്ലാത്ത കറാമത്തുകൾ പറഞ്ഞ്, അത്ഭുതങ്ങൾ പറഞ്ഞ് അവരെ മഹത്വവൽക്കരിക്കാറുണ്ട്.
അങ്ങനെ ചില ശ്രമങ്ങളൊക്കെ പലയിടത്തും നടക്കുന്നുണ്ട്. താജുൽ ഉലമ എന്ന് പറയുന്നത് ഉലമാക്കളുടെ കിരീടം തന്നെയായിരുന്നു. ഈ നൂറ്റാണ്ടിൽ എവിടെയെല്ലാം ആലിമീങ്ങളുണ്ടോ അവരുടെയൊക്കെ കിരീടം തന്നെയായിരുന്നു. അതിന് അവിടുന്ന് ചെന്ന ഓരോ സ്ഥലത്തും ഇതുപോലെ ജീവിക്കുന്ന തെളിവുകളുണ്ട്. ബഹുവന്യരായ ഉസ്താദിനെ ഇരുത്തിക്കൊണ്ട് കൂടുതൽ സംസാരിക്കുന്നത് അദബ് കേടാണെന്ന് ഞാൻ വ്യക്തമായി മനസ്സിലാക്കുന്നു. പല കാര്യങ്ങളും പറയേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനമായി ഈ പരിപാടി ജംഇയ്യത്തുൽ ഉലമ സംഘടിപ്പിച്ചതാണെങ്കിലും ഇതിനു വേണ്ടി പ്രവർത്തിച്ചത് SYSന്റെയും SSFന്റെയും പ്രവർത്തകരാണ്. വിശിഷ്യ ഇതിനു വേണ്ടി ഓടി നടന്ന ഒരുപാട് പ്രവർത്തകരുണ്ട്. ഇതിൻ്റെ കൺവീനർ എന്ന നിലയിൽ ഒരു പ്രവർത്തനവും ഞാൻ ചെയ്തിട്ടില്ല. എല്ലാം ഇവിടുത്തെ സാധുക്കളായ പ്രവർത്തകരാണ് ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തത്. അവരെ ബഹുമാന്യരായ ഉസ്താദിനോടും ഇവിടെയുള്ള തങ്ങന്മാരോടും ഞാൻ ആവശ്യപ്പെടുന്നത് അവർക്ക് വേണ്ടി ദുആരക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മഹത്തായ സംഗമം നാളെ താജുൽ ഉലമയോടും അവരുടെയെല്ലാം ഉപ്പാപ്പയായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുമൊപ്പം അവൻ്റെ സ്വർഗത്തിൽ നമ്മുടെ മാതാപിതാക്കൾ വേണ്ടപ്പെട്ടവരോടൊപ്പം ഒരു സെക്കൻഡെങ്കിലും ഒരുമിച്ച് കൂടാൻ ഒരു കാരണമാക്കി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് വളരെ വിഷമിച്ച് ഒരുപാട് പരിപാടികളുണ്ടായിട്ടും ഇവിടെ എത്തിയ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ബഹുവന്ദരായ ഉസ്താദ് അവറുകൾ ഇന്ന് കേരളത്തിൽ നമുക്കറിയാം, മലപ്പുറം ജില്ലയിൽ ചെന്നാൽ ആയിരക്കണക്കിന് മുദരിസുമാരായ ശിഷ്യന്മാരുടെ ഉസ്താദും കേരളത്തിൽ തുല്യതയില്ലാത്ത ഫിഖ്ഹിന്റെ വിഷയത്തിൽ ഇത്രയും ഒരു നൈപുണ്യമുള്ള ഒരു പണ്ഡിതനെ ചൂണ്ടിക്കാണിക്കാൻ ആർക്കും സാധ്യമല്ലാത്ത അത്രയും വലിയ ഒരു മഹാ വ്യക്തിത്വമാണ് പൊന്മുള ഉസ്താദ്. ഉസ്താദ് ഇവിടെ വന്നതിൽ ഞങ്ങൾക്കുള്ള സന്തോഷം ഉസ്താദിനെ അറിയിക്കുകയും ഈ മഹത്തായ വേദിയിലേക്ക് ആദരപൂർവം ഉസ്താദിനെ സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു അവിടത്തേക്ക് സിഹത്തും ആഫിയത്തോടും കൂടെ ദീർഘായുസ് നൽകുമാറാവട്ടെ. അവരുടെ തണലിൽ ഈ സംഘടനയിൽ മരിക്കുന്നത് വരെ പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഉസ്താദിനെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഖാദിയും ഈ നാടിൻ്റെ അഭിമാനവും സുന്നി പ്രവർത്തകർക്ക് ആവേശവുമായ ബഹുമാന്യരായ തങ്ങളവറുകളെ ഞാൻ വളരെ ആവേശപൂർവം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അല്ലാഹു തആല നമ്മുടെ നാടിനും നമുക്കും സുന്നി പ്രവർത്തകർക്കും നല്ല ശക്തമായ നേതൃത്വം നൽകാൻ അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് തങ്ങളവറുകളെയും അതുപോലെ വേദിയിൽ ഒരുപാട് ഉസ്താദുമാരുണ്ട്. അവരുടെയൊക്കെ പേര് പറയാൻ സമയം ദീർഘിക്കുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എല്ലാ ഉസ്താദുമാരെയും ഇവിടെ ഒരുപാട് മഹല്ലിൻ്റെയും മറ്റും പ്രമുഖ വ്യക്തിത്വങ്ങളും ഭാരവാഹികളും പൗരപ്രമുഖരുമൊക്കെ ഈ സദസ്സിലും വേദിയിലുമുണ്ട്. അവർക്കെല്ലാവർക്കും ജംഇയ്യത്തുൽ ഉലമയ്ക്ക് വേണ്ടി ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ വേദിയിൽ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റും ദാറുൽ ഹിക്കമിൻ്റെ സെക്രട്ടറിയുമായ ദാരിമി ഉസ്താദാണ്. ദാരിമി ഉസ്താദിനെ സ്വാഗതം പറയുന്നു. അതുപോലെ നമ്മുടെ സമാപന ദുആക്ക് നേതൃത്വം നൽകുന്ന താജുൽ ഉലമയുടെ സീമന്തപുത്രനും പ്രമുഖ പണ്ഡിതനുമായ സയ്യിദ് ഹാമിദ് ഇമ്പിച്ചിക്കോയ തങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. തങ്ങൾ വിശ്രമിക്കുകയാണ്, അല്പസമയത്തിനുള്ളിൽ ഇവിടെ എത്തും. അതുപോലെ തങ്ങളവറുകൾക്ക് ഞാൻ സ്വാഗതം പറയുന്നു. അള്ളാഹു അവിടത്തേക്കും ദീർഘായുസ്സും ആഫിയത്തും സിഹത്തും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ നമ്മുടെ ഇസുദ്ദീൻ സഖാഫി ഏതാണ്ട് നമ്മുടെ സ്ഥലത്തിനടുത്ത് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അള്ളാഹു അദ്ദേഹത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് വിരമിക്കുന്നു. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. സദഖല്ലാഹു മൗലാനൽ അദീം.
وقال النبي صلى الله عليه وسلم فضل العالم على العابد كفضلي على أدناكم صدق رسول الله. ഏറ്റവും ബഹുമാനമുള്ള സയ്യിദ് അവർകൾ, ചേർത്തല താലൂക്ക് ജമിയത്തുൽ ഉലമ പ്രസിഡന്റ്, മഹത്തായ ദാറുൽ ഹിക്കം സ്ഥാപന സമുച്ചയങ്ങളുടെ നേതൃത്വവുമായ ബഹുമാനപ്പെട്ട അബ്ദുള്ള ദാരിമി, മറ്റു പണ്ഡിതന്മാർ, മുത്തഅല്ലിമീങ്ങൾ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട സമസ്തകാല ജമിയത്തുൽ ഉലമയുടെ അമരക്കാരനായി 4 പതിറ്റാണ്ടിലധികം നമുക്ക് നേതൃത്വം തന്നുകൊണ്ടിരുന്ന മർഹൂം അശ്ശൈഖ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുടെ അനുസ്മരണ സമ്മേളനത്തിലാണ് നാം മേളിച്ചിട്ടുള്ളത്. ചേർത്തല താലൂക്ക് ജമിയത്തുൽ ഉലമയുടെ കീഴിൽ നടക്കുന്ന ഈ പരിപാടിയിൽ, ഈ വടുതലയിൽ വെച്ച് തന്നെ നടക്കുമ്പോൾ അതിന് കൂടുതൽ ബന്ധവുമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സ്വാഗത ഭാഷണത്തിൽ നിങ്ങൾ കേട്ടതുപോലെ ഇവിടെ വന്ന് നമ്മുടെ സമീപ പ്രദേശത്തുള്ള ഈ സ്ഥാപനത്തിൻ്റെ, ദാറുൽ ഹിക്കം സ്ഥാപനത്തിൻ്റെ ശിലയിടൽ കർമ്മം അടക്കം നിർവഹിച്ച മഹാനാണ് സയ്യിദ് അവർകൾ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ പരമ്പരയിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി എന്നതിന് പുറമെ, നേരത്തെ സ്വാഗതത്തിൽ പറഞ്ഞതുപോലെ സമീപകാലത്ത് തുല്യതയുള്ള മറ്റൊരു പണ്ഡിതനെ ചൂണ്ടിക്കാണിക്കാൻ ഇല്ലാത്ത വിധം കേരളത്തിലും പുറത്തുള്ള ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിലും എന്നല്ല വിദേശ രാജ്യങ്ങളിലും ബഹുമാനപ്പെട്ട തങ്ങൾ പ്രസിദ്ധനായിരുന്നു. ഞാൻ ഓർക്കുന്നു, തങ്ങൾ വഫാത്തായ അന്ന് ഈജിപ്തിലെ ഒരു പണ്ഡിതൻ, അദ്ദേഹം UAE-യിൽ ഗവൺമെന്റ് സർക്കാർ ഖാളിയാണ്, ജഡ്ജിയാണ്. അദ്ദേഹം തങ്ങളെ കാണുന്നതിന് വേണ്ടി പുറപ്പെട്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ അദ്ദേഹം ഇറങ്ങിയതിന് ശേഷമാണ് ഞാൻ തേടി വന്ന തങ്ങൾ വഫാത്തായി എന്ന് അദ്ദേഹം അറിഞ്ഞത്. അങ്ങനെ അദ്ദേഹം ആ വരവ് 2 ദിവസം വന്ന് തങ്ങളെ കണ്ട് മടങ്ങാൻ നിശ്ചയിച്ചായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് നിൽക്കാവുന്ന അത്ര വരെ അദ്ദേഹം ഇവിടെ നിന്ന് തങ്ങളുടെ മരണവും ശേഷമുള്ള ക്രിയകളും ബന്ധപ്പെട്ട അനുസ്മരണ പരിപാടികളും പലയിടത്തും അതിലൊക്കെ സംബന്ധിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഇവിടുന്ന് പോയത്. അതിൻ്റെ മുമ്പ് ഞാൻ ഓർക്കുന്നു, സമസ്ത കേരള സുന്നി യുവജന സംഘത്തിൻ്റെ ഗോൾഡൻ ജൂബിലി 50 വയസ്സ് പൂർത്തിയായപ്പോൾ നടന്ന കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് നടന്ന ഏറ്റവും പ്രൗഢമായ സമ്മേളനം. ആ സമ്മേളനത്തിന് വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയ വിദേശ പണ്ഡിതന്മാർ, അതിൽ അറേബ്യൻ നാട് മാത്രമല്ല, അമേരിക്കയിൽ നിന്നുള്ള പ്രതിനിധികളും കാനഡയിൽ നിന്നുള്ള പ്രതിനിധികളും അങ്ങനെ വിവിധ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാം ചേർന്ന് ബഹുമാനപ്പെട്ട തങ്ങളുടെ അരികിൽ നിന്ന്
സഹീഹുൽ ബുഖാരി ഒന്ന് ഓതി അവിടുത്തെ ഇജാസത്തും അവിടുത്തെ അനുമതിയും കിട്ടണമെന്ന നിലക്ക് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ റൂമിൽ മർക്കസ് സഖാവത്തി സുന്നയിൽ വെച്ച് തങ്ങൾ അരികിൽ നിന്ന് സഹീഹുൽ ബുഖാരി അവർ ഓതുന്ന കൂട്ടത്തിൽ വിനീതനായ ഞാനും പങ്കെടുത്ത് ഞാൻ ഓർക്കുകയാണ്. ഞാൻ യാദർച്ഛികമായി റൂമിലെത്തിയപ്പോൾ അവിടെ കണ്ട കാഴ്ച, തങ്ങൾ ഉസ്താദിൻ്റെ കട്ടിലിൻ്റെ മുകളിൽ ഇരിക്കുന്നു. ഈ വലിയ വലിയ ആലിമീങ്ങൾ ആരൊക്കെ ഉണ്ടതിലെ? സൗദിയിൽ വലിയ പണ്ഡിതനായി ലോകത്തൊക്കെ അറിയപ്പെടുന്ന അലിയു സാബൂനി നിരവധി ഗ്രന്ഥങ്ങൾ എഴുതിയ വ്യക്തിയാണ്. 5 വാല്യങ്ങൾ, ബൃഹത്തായ വാല്യങ്ങൾ വരുന്ന സഫ്വത്തു തഫാസീർ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ്. അങ്ങനെ നിരവധി ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാനാണ് അദ്ദേഹം. അദ്ദേഹം അടക്കമുള്ള വലിയ വലിയ പടുകൂട്ടൻ ആലിമീങ്ങൾ തറയിൽ ഇരുന്ന് താഴെയിരുന്ന് മഹാനായ താജുൽ ഉലമയിൽ നിന്ന് സഹീഹുൽ ബുഖാരി കേൾക്കുകയാണ്. അപ്പോൾ നേരത്തെ സ്വാഗതത്തിൽ പറഞ്ഞതുപോലെ നാം ഒരാളെ പുകഴ്ത്തുമ്പോൾ അതിരുവരമ്പ് വിട്ട് അമിതമായ പുകഴ്ത്തൽ ചിലർ ചെയ്യാറുണ്ട്. അതല്ല ഇത്, വസ്തുതകളും യാഥാർത്ഥ്യങ്ങളുമാണ്. മഹാനായ തങ്ങൾക്കുണ്ടായിരുന്ന പാണ്ഡിത്യം അത്രയും വലുതാണ്. അതുകൊണ്ട് തന്നെ ലോകത്തെവിടെയും വലിയ ആദരവും ബഹുമാനപ്പെട്ട തങ്ങൾക്ക് കിട്ടി. മഹാനായ തങ്ങൾ 1957 സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ വന്നിട്ടുണ്ട്. മഹാനവറുകൾ ബാഖിയാത്തുസ് സാലിഹാത്തിൽ നിന്ന് വിട്ട ശേഷം കേരളത്തിൻ്റെ അപ്പുറം കർണാടകയുടെ കേരളവുമായി ഏകദേശം അടുത്ത് നിൽക്കുന്ന ഭാഗമായ ഉള്ളാളിൽ ദർശേൽക്കുകയും കരുവന്തിരുത്തി സ്വന്തം നാടിൽ നിന്ന് ദർസുള്ള സ്ഥലത്തേക്ക് ഇന്നത്തെ പോലെ സൗകര്യമുള്ള ഒരു കാലഘട്ടമല്ല, ട്രെയിനിന് പോകണം. അങ്ങനെ വരവും ട്രെയിനിന് തന്നെ വരണം. ഇന്ന് വാഹന സൗകര്യങ്ങൾ ധാരാളമുണ്ട്. അന്ന് ഈ ട്രെയിൻ തന്നെയും സൗകര്യമുള്ള ഒരു AC കോച്ചൊന്നും കിട്ടുകയില്ല. അങ്ങനെ പോയി വരണം എന്ന കാരണം കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട തങ്ങൾ എപ്പോഴെങ്കിലേ നാട്ടിലേക്ക് തന്നെ വരാറുള്ളൂ. അപ്പോൾ എപ്പോഴും സമസ്തയുടെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന എഴുതിർ പറഞ്ഞിട്ടും മഹാനവറുകളെ അന്നത്തെ ആലിമീങ്ങൾ, അവിടുത്തെ പ്രധാനപ്പെട്ട 2 ഉസ്താദുമാരാണ് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ്, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ, 2 പേരും മഹാനവറുടെ ഉസ്താദാണ്. വേറെയും ഉസ്താദുമാരുണ്ട്. മറ്റൊരു ഉസ്താദായിരുന്നു മലപ്പുറം ജില്ലയിലെ കൂട്ടിലങ്ങാടി ബാപ്പു മുസ്ലിയാർ. ആ ബാപ്പു മുസ്ലിയാരുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഒരു കറാമത്തിന് ഞാനും സാക്ഷിയാണ്. ബാപ്പു മുസ്ലിയാർ തങ്ങളുടെ ഉസ്താദാണ്. തളിപ്പറമ്പ് ഖുവ്വത്തുൽ ഇസ്ലാം എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനത്തിൽ മുദരിസായിരുന്നപ്പോൾ തങ്ങൾ അവിടെ ഓതുമ്പോൾ തങ്ങൾക്ക് ഉസ്താദിയത്ത് ഉള്ള ആളാണ് ബാപ്പു മുസ്ലിയാർ. ബാപ്പു മുസ്ലിയാർ തീരെ സുഖമില്ലാതെ അവശനായി കിടക്കുകയാണെന്ന വിവരം തങ്ങൾ അറിഞ്ഞപ്പോൾ തങ്ങൾ കോഴിക്കോട് വെച്ച് എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, എനിക്ക് തങ്ങളെ ഒന്ന് കാണാൻ പോകണം. തങ്ങൾ മകൻ്റെ വീട്ടിലാ താമസിക്കുന്നതെന്ന് പറഞ്ഞു. മകൻ താമസിക്കുന്ന വീട് എനിക്കറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, അതിന് നമുക്ക് പോകാം. മറ്റന്നാൾ അന്ന് പറയുന്നതിൻ്റെ പിറ്റേന്നല്ല, ഇതിൻ്റെ പിറ്റേ ദിവസം ഖലീൽ ബുഖാരി തങ്ങളുടെ സ്ഥാപനമായ മഅദിനിൽ തങ്ങൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ അന്ന് നമുക്ക് പോകാം, പിന്നെ 2 വരേണ്ട ആവശ്യമില്ല. തങ്ങൾ എന്നോട് പറഞ്ഞ് അന്ന് ഒന്ന് കാണാൻ പോകാനാ. അപ്പം 2 വട്ടം യാത്ര ചെയ്യേണ്ടി വരുമല്ലോ. അതുകൊണ്ട് തങ്ങൾ മറ്റന്നാൾ വരുമ്പോൾ കുറച്ച് നേരത്തെ എത്തിയാൽ ഞാൻ മഅദിനിലെത്താം, നമുക്ക് കൂടി പോകാം. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടിപ്പോയി. ചെന്നപ്പോൾ
ബാപ്പുസ്ലിയാരെ മകൻ പറഞ്ഞു, ഒരു മാസമായിട്ട് സംസാരമൊന്നുമില്ല, കണ്ണ് തന്നെ വല്ലപ്പോഴും തുറക്കുകയുള്ളൂ, വളരെ ക്ഷീണമാണ്. ഏതായാലും ഞങ്ങൾ ഉള്ളിൽ കയറി. ബഹുമാനപ്പെട്ട തങ്ങൾ അരികെ ചെന്ന് അസ്സലാമു അലൈക്കും എന്ന് ഉച്ചത്തിൽ ചെവിയിൽ പറഞ്ഞു. മഹാനായ ബാപ്പുസ്ലിയാർ കണ്ണിമീച്ച് നോക്കിയപ്പോൾ തങ്ങൾ പറഞ്ഞു, ഇത് കരുവന്തുരുത്തിയിലെ കുഞ്ഞിക്കോയയാണെന്ന് പറഞ്ഞു. അങ്ങനെ പറയാൻ കാരണം, മഹാനവട് ദർസിൽ പഠിക്കുമ്പോൾ പറഞ്ഞിരുന്നു കുഞ്ഞിക്കോയ എന്ന്. സയ്യിദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങൾ ഉള്ളാൾ എന്നാണ് പഴയ കാലത്തൊക്കെ പറയാറുള്ളത്. അപ്പൊ കുഞ്ഞിക്കോയാണെന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ബാപ്പു മുസ്ലിയാർ കിടക്കുന്നു. മഹാനായ തങ്ങൾ ബാപ്പു മുസ്ലിയാർ കിടക്കുന്ന കട്ടിലിന് മുകളിൽ കൈകുത്തി, ആ ബെഡിൽ കൈകുത്തി കുനിഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ തങ്ങളുടെ തലയുടെ ഭാഗത്തേക്ക് ബാപ്പു മുസ്ലിയാർ കൈയിട്ട് ഇങ്ങനെ അണച്ചുകൂട്ടിയത് ഞാൻ കണ്ടതാണ്. അങ്ങനെ തങ്ങളോട് ദ്വാരക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ബഹുമാനപ്പെട്ട തങ്ങൾ ദ്വാരന്ന് കൊടുത്തു മലയാളത്തിൽ. ശേഷം മഹാനായ തങ്ങൾ ഒരു ഹദിയ കൊടുത്തു. എനിക്ക് ഇതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അത് എൻ്റെ സന്തോഷത്തിനാണെന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ വാങ്ങിവെച്ചു. തലയുടെ ഭാഗത്തേക്ക് അവിടെ വെക്കുകയും ചെയ്തു. ഒരു മാസം കഴിഞ്ഞ് ബഹുമാനപ്പെട്ട വഫാത്തായപ്പോൾ ഞാൻ ചെന്നപ്പോൾ ഈ മകൻ പറഞ്ഞു, ഉപ്പ സംസാരിച്ച് ഒരു മാസക്കാലത്തോളം സംസാരിക്കാത്ത ഉപ്പ തങ്ങൾ വന്ന് അത്രയും നേരം സംസാരിച്ച് നിങ്ങൾ കണ്ടില്ലേ, സാക്ഷിയല്ലേ. പിന്നെ അതിനുശേഷവും ഉപ്പ സംസാരിച്ചിട്ടില്ല. അങ്ങനെ ബഹുമാനപ്പെട്ടവരുമായി സലാം പറഞ്ഞ് തങ്ങളും കരഞ്ഞു, ഉസ്താദായ ബാപ്പു മുസ്ലിയാരും കരഞ്ഞു. അങ്ങനെയാണ് അവിടുന്ന് പിരിഞ്ഞത്. ആ മഹാനവറുകൾ ഉസ്താദാണ്. അതേപോലെ തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുസാവറയുടെ ജനറൽ സെക്രട്ടറിയായി കുറെ കാലം വർക്ക് ചെയ്ത പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാർ നബ്ബറല്ലാഹു മർഖദ മഹാനവറുകളും തങ്ങളുടെ ഉസ്താദാണ്. അപ്പൊ ഈ പറയപ്പെട്ട ഉസ്താദുമാരൊക്കെ കേരളം കണ്ട ഏറ്റവും വലിയ 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 പണ്ഡിതന്മാരാണ്. ഇവരൊക്കെയാണ് തങ്ങളുടെ ഉസ്താദുമാർ. ഇവരെല്ലാം തങ്ങളെ എത്ര ബഹുമാനത്തോടെയായിരുന്നു കണ്ടിരുന്നത്, അത് തന്നെ നമുക്ക് വ്യക്തമായ തെളിവാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ സമസ്തയുടെ കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റാകുമ്പോൾ സമസ്തയുടെ വൈസ് പ്രസിഡന്റായിരുന്നു ബഹുമാനപ്പെട്ട തങ്ങൾ. ആ സമയത്ത് കേന്ദ്ര മുസാവറയുടെ മീറ്റിങ്ങിന് അധ്യക്ഷത വഹിക്കാൻ വളരെ വിരളമായിട്ട് നിർബന്ധ സാഹചര്യത്തിൽ മാത്രമേ കണ്ണിയത്ത് ഉസ്താദ് എത്താറുള്ളൂ. പ്രായാധിക്യം കാരണം, ക്ഷീണം കാരണം മീറ്റിങ്ങിന് വരാറില്ല. അപ്പോഴൊക്കെയും സമസ്തയുടെ എല്ലാ മുസാവർക്കും അധ്യക്ഷം വഹിക്കുന്നത് മഹാനായ തങ്ങളാണ്. അന്ന് സമസ്തയിൽ വിയോജിപ്പോ ഭിന്നിപ്പോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇനി വല്ലപ്പോഴും കണ്ണിയത്ത് ഉസ്താദ് മീറ്റിങ്ങിന് വരുമ്പോഴും മീറ്റിങ്ങിന്റെ യോഗ ഹാളിലേക്ക് വരുമ്പോൾ മഹാനായ തങ്ങളെ മുന്നിൽ നടത്തും. തങ്ങളുടെ തൊട്ട് പിന്നിൽ കണ്ണിയത്ത് ഉസ്താദ്, അതിൻ്റെ തൊട്ട് പിന്നിൽ ശംസുൽ ഉലമ. ശംസുൽ ഉലമയും കണ്ണിയത്തും രണ്ടുപേരും തങ്ങളുടെ ഉസ്താദുമാരാണ്. പക്ഷേ എവിടെ പോകുമ്പോഴും ഏത് സ്റ്റേജിൽ വരുമ്പോഴും തങ്ങളെ മുന്നിൽ നിർത്തി അതിൻ്റെ പിന്നിലെ ഇവരൊക്കെ നിൽക്കാറുള്ളൂ.
അപ്പം അവർ തങ്ങൾക്ക് കണ്ട ബഹുമാനം എത്രയാണ്. ഒരു സയ്യിദ് എന്നത് മാത്രമല്ല, അതിൻ്റെ പുറമെ ഏറ്റവും വലിയ ആലിമാണ് എന്ന് അവർ അംഗീകരിച്ചിട്ടുണ്ട്. കുറ്റിപ്പുറം അബ്ദുള്ള മുസ്ലിയാർ വലിയ ഫഖീഹും വലിയ ആലിമുമായിരുന്നു. സമീപകാലത്താണ് അദ്ദേഹം വഫാത്തായത്. അദ്ദേഹം എന്നോട് പറഞ്ഞ് ഞാൻ ഓർക്കുന്നു, ബഹുമാനപ്പെട്ട തങ്ങൾ ബാഖിയാത്തുസ് സാലിഹാത്തിൽ മുദരിസായി നിൽക്കുമ്പോൾ, അല്ല മുതഅല്ലിമായി നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം മുദരിസായിട്ടുണ്ട്. ഒരു ദർസിൽ നടത്തേണ്ടുന്ന എല്ലാ കിതാബുകളും ദർസ് നടത്തി അതൊക്കെ ബൈഹാർട്ടാക്കിയാണ് തങ്ങൾ പിന്നെ ദർസിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ബാഖിയാത്തുസ് സാലിഹാത്തിൽ തങ്ങൾ ഓതുന്ന സമയത്ത് 14 സബക്കുകൾ കിതാബുകൾ മഹാനായ തങ്ങൾ ദർസ് നടത്തിയിരുന്നു. അന്നും ആ ദർസൊക്കെ നടത്തുന്നത് കിതാബ് നോക്കിയല്ല. തങ്ങൾക്ക് കിതാബ് നോക്കേണ്ടതില്ല, തങ്ങൾ കാണാതെ ദർസ് നടത്തും. ഞാൻ തന്നെ 40 കൊല്ലങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട തങ്ങൾ ഉള്ളാളിൽ വെച്ച് ദർസ് നടത്തി ഞാൻ കണ്ടിട്ടുള്ളതാണ്. എന്താണ് തങ്ങൾ ദർസ് നടത്തുന്ന കിതാബ്? പൊന്നാനി ചെറിയ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ഫത്ഹുൽ മുഈൻ എഴുതിയ മഖ്ദൂം തങ്ങളെ നമുക്കൊക്കെ അറിയാം. ആ തങ്ങളുടെ ഉസ്താദാണ്. പോരാ, ഷാഫി മദ്ഹബിൽ ഇന്ന് ഫത്വക്കെടുക്കുന്ന ഗ്രന്ഥം ഈ ഉസ്താദിന്റെ ഗ്രന്ഥമായ ഇബ്നു ഹജറുൽ ഹൈത്തമി തങ്ങളുടെ ഗ്രന്ഥമായ തുഹ്ഫത്തുൽ മുഹ്താജ് എന്ന് പറയുന്ന ബൃഹത്തായ ഗ്രന്ഥമാണ്. ആ തുഹ്ഫയെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു കേവലം മുസ്ലിയാർ ആയതുകൊണ്ട് തുഹ്ഫ ദർശത്താൻ കഴിയില്ല. അറബി ഭാഷ നന്നായി അറിയും, നഹ്വും സർഫൊക്കെ നന്നായി അറിയും, വ്യാകരണ മുറകളൊക്കെ അറിയും എന്ന് വെച്ച് അത് മുതാലയ ചെയ്ത് പാരായണം ചെയ്ത് മനസ്സിലാക്കാൻ പറ്റിയ ഗ്രന്ഥമല്ല. അത്രയും റഫാണ്, കട്ടിയാണ്. അത് ഓതിക്കൊടുക്കണമെങ്കിൽ അത് ഓതിയിരിക്കണം, അല്ലെങ്കിൽ അത്രമാത്രം അവഗാഹമുണ്ടായിരിക്കണം. അത് 2-3 തവണ ആവർത്തിച്ച് റെഫർ ചെയ്യണം, എന്നെങ്കിലേ ദർശെത്താൻ പറ്റുള്ളൂ. അങ്ങനത്തെ തുഹ്ഫ തങ്ങൾ വളരെ ലാഘവത്തോടെ ഒരു ആഴ്ചപ്പതിപ്പ് വായിക്കുന്ന, ഒരു മാസിക വായിക്കുന്ന ലാഘവത്തോടെ തങ്ങൾ അത് ദർശ നടത്തും. അത്രയും തങ്ങൾക്കതെല്ലാം മനഃപ്പാഠമാണ്. ആ തങ്ങൾ എല്ലാ കിതാബുകളും ദർസ് നടത്തി ധാരാളം പ്രാവശ്യങ്ങൾ. മരിക്കുന്നതിൻ്റെ അടുത്ത സമയം വരെ തങ്ങൾ ദർസിൽ തന്നെ നിലനിന്നു. ഇനി ദർസിന് കഴിയില്ല എന്ന് പറഞ്ഞാലും ആര് പറഞ്ഞാലും അത് കേൾക്കാതെ വീട്ടിൽ നിന്ന് വണ്ടിയിൽ തന്നെ ദീർഘമായി യാത്ര ചെയ്ത് അവിടെ എത്തി ദർസ് നടത്തും. ഒരു ദിവസം ഞാൻ ചെന്നപ്പോൾ തങ്ങളവിടെ എത്തിയിട്ടേ ഉള്ളൂ. എത്തിയ പാട് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി ബാത്റൂമൊക്കെ പോയി ഫ്രഷായി തങ്ങൾ ദർശിനി നിൽക്കുന്നു. ഞാൻ ചെന്നപ്പോൾ തങ്ങൾ ദർസിലാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഇൽമുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ എപ്പോഴും നിന്ന് അങ്ങനെ വലിയ ഒരു പാണ്ഡിത്യത്തിൻ്റെ ഉടമയായി ബഹുമാനപ്പെട്ട തങ്ങൾ തന്നെ പലപ്പോഴും പറയാറുണ്ട്. ചില വിഷയങ്ങളൊക്കെ തങ്ങൾ പറഞ്ഞാൽ പിന്നെ അവിടെ വേറൊരാൾക്ക് എന്തെന്നൊന്നും പറയാനുണ്ടാവില്ല. അപ്പൊ തങ്ങൾ പറയും, എടോ ഞാൻ തങ്ങളെ ഒത്ത് ഓതിയ ആളല്ല, ഞാൻ മൂലിയരെ ഒത്ത് ഓതിയ ആളാണ്. തങ്ങൾ പറയുന്ന ഭാഷയാണ്. 1-2 സ്ഥലത്ത് ഇത് പറഞ്ഞപ്പോൾ എനിക്കിത് മനസ്സിലായില്ല, എന്താ തങ്ങളീ പറയുന്നത്. ഞാൻ തങ്ങളെ ഒത്ത് ഓതിയ ആളല്ല, മുസ്ലിയരെ ഒത്ത് ഓതിയാന്ന് പറയുമ്പോൾ എനിക്കതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. അപ്പോൾ ഒരിക്കൽ ഞാൻ ചോദിച്ചു, തങ്ങളോട് എപ്പോഴും ചോദിക്കാൻ പറ്റൂല, അതിൻ്റെ ഹാലും ജയിലും ഒക്കെ മനസ്സിലാക്കി ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല ഹാലില്ല. ആ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട തങ്ങൾ വളരെ ഇറങ്ങി സംസാരിക്കും, കുട്ടികൾ കൂടെ ഒക്കെ സംസാരിക്കാം. അതങ്ങനെയല്ലേ, മഹാന്മാർക്ക് 2 ഹാലത്ത് ഉണ്ടാകാറുണ്ട്. ജലാലത്തിൻ്റെ ഹാലത്ത്, അപ്പോൾ ഒരാൾക്കും സംസാരിക്കാൻ പറ്റില്ല, സംസാരിക്കാൻ കഴിയില്ല, അത്രമാത്രം ഔജ്വല്യമായിരിക്കും അവരുടെ മുഖത്ത്.
രണ്ടാമത്തെ അവസ്ഥ ജമാലിയത്തിൻ്റെ അവസ്ഥ. ആ അവസ്ഥയിൽ ആർക്കും ഇടപെടാം, ആർക്കും ബന്ധപ്പെടാം, ആർക്കും സംസാരിക്കാം. അപ്പോൾ ഒരു കൊച്ചിനെ പോലെ, ഒരു കുഞ്ഞിനെ പോലെയാകും. അപ്പം അങ്ങനത്തെ ഒരു സമയത്ത് ഞാൻ ചോദിച്ചു, രണ്ട് സ്ഥലത്തുനിന്ന് ഉപ്പാപ്പ പറയുന്നത് ഞാൻ കേട്ടു, എടാ ഞാൻ തങ്ങളെ ഓത്തോതിയല്ല മുസ്ലിരെ ഓത്തോതിയാണ്, എന്താ വ്യത്യാസം, ഫർക്ക് എന്ന് വെച്ച്. അപ്പോൾ പറഞ്ഞു, അത് നിങ്ങൾക്കറിയില്ലേ? അറിയില്ല. ആ എന്നാൽ അത് കേട്ടോളൂ. ഞാൻ കണ്ണിയത്തിൻ്റെ ദർസിൽ നിന്ന് പെട്ടെന്ന് കണ്ണിയത്തിൻ്റെ ദർസ് കോഴിക്കോട് പറമ്പത്തായിരുന്നു. നാട്ടുകാരുമായി എന്തോ ഒരു ചെറിയ പ്രശ്നത്തിൽ കണ്ണിയത്ത് ഉസ്താദ് ദർസ് രാജിവെച്ചു. അപ്പോൾ കണ്ണിയത്ത് പറഞ്ഞു, ഇനിയിപ്പോൾ 2 മാസമേ റമദാനിലേക്കുള്ളൂ, ഞാനിപ്പോൾ കൊല്ലം ദർസിന് നിൽക്കുന്നില്ല, നിങ്ങൾക്ക് എവിടെയെങ്കിലും നല്ല സ്ഥലത്ത് പോയി ഓതിക്കോളൂ. അപ്പോൾ പലരും ഓരോ സ്ഥലങ്ങളിൽ പോയി ഓതാൻ പോയി. ഞാൻ ഉസ്താദിൻ്റെ ചെന്നു, എന്നിട്ട് ചോദിച്ചു, ഞാൻ എവിടുക്ക പോകേണ്ടത്? ഇവിടുന്ന് പറഞ്ഞു കൊടുത്തേക്ക് ഞാൻ പോകണല്ലോ. അങ്ങനെ പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട താങ്കൾ പറഞ്ഞു, കണ്ണിയത്ത് പറഞ്ഞു, എന്നാൽ പിന്നെ നിങ്ങൾ പറവണ്ണ മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാരെ അരികിൽ പോയി കൂളു പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പറവണ്ണൻ്റെ ദർസിലെത്തിയത്. അവിടെ എത്തിയപ്പോൾ എന്നോട് ചോദിച്ചു, എന്താ നിങ്ങൾ ഈ ഇടക്കാലത്ത് വന്നത്? ദർസ് തുടങ്ങുന്ന സമയമല്ല, ദർസ് നിർത്താൻ 2 മാസമേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ കണ്ണിയത്തിൻ്റെ ദർസിലാണ് ഓതിയിരുന്നത്. കണ്ണിയത്ത് ഉസ്താദ് പറമ്പത്തുനിന്ന് വിട്ടപ്പോൾ ഓരോ സ്ഥലത്തേക്ക് ഓരോ കുട്ടികളൊക്കെ പോയി. ഞാൻ ഉസ്താദിനോട് ചോദിച്ചപ്പോൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പം നിങ്ങളുടെ പേരെന്താ? എൻ്റെ പേര് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ, അങ്ങനെ പേര് പറഞ്ഞു. രാജ്യം എവിടെ? രാജ്യം കോഴിക്കോടിനടുത്ത കരുവന്തിരുത്തി. അപ്പോൾ കുഞ്ഞിക്കോയ എന്ന് പറഞ്ഞു, കോയ കോഴിക്കോട്ട് കോയേ അതല്ല തങ്ങൾ കോയേ എന്ന് വെച്ചു. കോഴിക്കോട് മിക്ക ആളുകളുടെയും പേരിൻ്റെ കൂടെ മുഹമ്മദ് കോയ, അഹമ്മദ് കോയ, മൊഹീദ്ദീൻ കോയ, അങ്ങനെ കോയ ഉണ്ടാവും. അപ്പോൾ തങ്ങൾക്കും കോയ എന്ന് പറയാറുണ്ട്. അപ്പം നിങ്ങൾ കോഴിക്കോട്ട് കോയയാണോ അതല്ല തങ്ങളായ കോയയാണോ? തങ്ങളാണ്. അപ്പം സയ്യിദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ. അതെ. എന്നാൽ പിന്നെ നിങ്ങൾക്ക് തങ്ങളെ ഓത്താൻ വേണ്ടി മുസ്ലിം ഓത്താൻ വേണ്ടി വെച്ച്. അപ്പോൾ തങ്ങൾ പറഞ്ഞു, എനിക്കും തിരിഞ്ഞില്ല എന്താ ചോദിച്ചത്. അപ്പം ഞാൻ ഒന്നും മിണ്ടിയില്ല. ഞാൻ ചോദിച്ചു, മനസ്സിലായില്ലെന്ന് വെച്ചു. ഇല്ല, തങ്ങൾ ഓത്ത് എന്ന് പറഞ്ഞാൽ തങ്ങൾ റസൂലുള്ളാഹിൻ്റെ പേരമക്കളാണ്, ഞങ്ങൾ സാധാരണക്കാരാണ്. ഞങ്ങൾക്ക് റസൂലുള്ളാഹിൻ്റെ കുടുംബത്തെ സ്നേഹിക്കുക, ബഹുമാനിക്കുക, ആദരിക്കുക എന്നത് ഞങ്ങൾ കടമയാണ്. അപ്പം ഞങ്ങൾ ദർസിൽ ഒരു തങ്ങളുട്ടി വന്നാൽ തങ്ങളുട്ടി പഠിച്ചാലും ഒന്നും പറയില്ല, പഠിച്ചില്ലെങ്കിലും ഒന്നും പറയില്ല. തങ്ങളുട്ടി എന്തെങ്കിലും ഒരു കുരുത്തക്കേട് കാട്ടിയാൽ ഉസ്താദ് ശകാരിക്കൂല, ഉസ്താദ് അടിക്കൂല. ഇതൊക്കെയാണ് തങ്ങളാവുമ്പോൾ ഉണ്ടാവുക. പഠിച്ചോ പഠിച്ചില്ലേ അതൊന്നും ശ്രദ്ധിക്കൂല, പഠിച്ചാലും ശരി പഠിച്ചില്ലെങ്കിലും ശരി. മുസ്ലിം കുട്ടിയാകുമ്പോൾ അങ്ങനെയൊന്നുമല്ല. ഇന്നലെ ഓതി ചോദിക്കും, മിഞ്ഞാന്ന് ഓതി ചോദിക്കും, ചോദിച്ച് കിട്ടിയില്ലെങ്കിൽ അടി കിട്ടും, ശിക്ഷ നടപ്പാക്കും, വൃത്തികേട് കാണിച്ചാൽ അതിന് ശിക്ഷിക്കും. കാരണം അങ്ങനെ നോക്കാനൊന്നുമില്ലല്ലോ, റസൂലുള്ളാഹിന്റെ കുടുംബമൊന്നുമില്ലല്ലോ. അപ്പം ഈ ആദരവും ബഹുമാനം നിർത്തുമ്പോൾ നിങ്ങളെ ദർസിൻ്റെ കാര്യത്തിൽ നമ്മളെ ശ്രദ്ധ കുറയും. അപ്പം പിന്നെ തങ്ങളെ മുസ്ലിം നോക്കാതെ ഇവിടെ പഠിക്കുന്ന കുട്ടീന്ന് മാത്രം വെച്ച് നോക്കുമ്പോൾ പഠിച്ചില്ലെങ്കിൽ അടി കിട്ടും, ശിക്ഷ കിട്ടും, ശരിക്കും ശ്രദ്ധിക്കും. എന്നാൽ പിന്നെ എനിക്ക് മൗലിയരെ ഒത്തു മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ മുസ്ലിയാരെ ഒത്തു മതിയായിരുന്നു. അതാണ് തങ്ങൾ പറഞ്ഞത്, ഞാൻ മുസ്ലിയാരെ ഒത്തു ഓതിയാളാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ പിടിക്കുന്നു. ഒരുപാട് സയ്യിദന്മാരുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. പണ്ടുകാലം മുതലേ നമ്മളുടെ നേതൃത്വങ്ങൾ ഈ സയ്യിദുമാരാണ്. ഈ വടുതല എന്ന പ്രദേശം തന്നെ എനിക്ക് ബഹുമാനപ്പെട്ട അബ്ദുൽ മുസ്ലിയാരായിട്ടൊക്കെ പരിചയപ്പെടുന്നതിന് മുമ്പ് ഞാൻ അറിയുന്നത് തങ്ങളിലൂടെയാണ്.
ബഹുമാനപ്പെട്ട തങ്ങളുടെ പിതാവ് 2 വർഷം മുമ്പ് വഫാത്തായിപ്പോയി. അള്ളാഹു അവിടുത്തെ ഖബറിടം സ്വർഗ്ഗത്തായി കൊടുക്കട്ടെ. മഹാനായ തങ്ങൾക്ക് സുന്നത്ത് ജമാഅത്തിന് നേതൃത്വം കൊടുക്കാനുള്ള കരുത്തും തൗഫീഖും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അപ്പം ഞാൻ പറയുന്നത് സയ്യിദന്മാരിൽ തന്നെ അല്ലാത്തവരിലും ഇൽമിൻ്റെ രംഗത്ത് ഉയർന്നു നിന്ന ഒരു വലിയ പാണ്ഡിത്യത്തിന് ഉടമ, ആരോടും എവിടെയും എങ്ങനെയും സംസാരിക്കാൻ ഹിമ്മത്തുള്ള ആള്, അത്ര വലിയൊരു ഹിമ്മത്തുള്ള ശക്തിയുള്ള ഒരാളെ നമുക്ക് എടുത്തു കാണിക്കാൻ സാധ്യമല്ല. ഈ വിഷയങ്ങളൊക്കെ വെറുതെ പറയുന്നില്ല, ഇതിനൊക്കെ ധാരാളം നമ്മുടെ അനുഭവ തെളിവുകളുണ്ട്, കേട്ടുകേൾവിയല്ല. നേരത്തെ സ്വാഗതത്തിൽ പറഞ്ഞായി ഇല്ലാത്തത് ഉണ്ടാക്കി പുകഴ്ത്തി പറയുന്ന പുകഴ്ത്തരും അല്ല. ഇതെല്ലാം ഉള്ള സംഗതികളാണ്. ഞാൻ ഓർക്കുന്നു, നമ്മുടെ നേരത്തെ കേന്ദ്രമന്ത്രിയായി ഇരുന്ന റഹീം, ആ റഹീമിൻ്റെ മകൻ ഒരു സമ്മേളനത്തിൽ പറഞ്ഞു, നമ്മളെ എന്തോ ഒരു പരിപാടി സംബന്ധിച്ചതാണ്, ഞാൻ ഈ തങ്ങളെ ആദരിക്കുന്നത് പോലെ മറ്റൊരു മനുഷ്യനെ ആദരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അതിന് അദ്ദേഹം പറഞ്ഞ തെളിവ് 1ാം കേരള യാത്ര, ബഹുമാനപ്പെട്ട AP ഉസ്താദിന് 1ാം കേരള യാത്ര. ആ കേരള യാത്രയിൽ അങ്ങകലെ ബഹുമാനപ്പെട്ട തങ്ങളുടെ സാന്നിധ്യത്തിൽ അവിടുത്തെ സയ്യിദ് ഷരീഫിൻ്റെ മഖാമിൽ നിന്ന് തങ്ങൾ ദുആ ചെയ്ത് തങ്ങൾ കൊടിയെടുത്ത് കൊടുത്ത് അവിടെ നിന്നാണ് ഈ 2 കേരള യാത്രയും, 1ാം കേരള യാത്രയും 2ാം കേരള യാത്രയും ആരംഭിച്ചത്. അതിങ്ങനെ ദിവസങ്ങളെ കൊണ്ട് തിരുവനന്തപുരത്ത് അവസാനിക്കുകയാണ്. അപ്പോൾ 2-3 സ്ഥലങ്ങളിൽ ഇദ്ദേഹം ഈ പരിപാടി സംബന്ധിച്ച ആളാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട AP ഉസ്താദ് ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ കൂടിയ ജനങ്ങളെല്ലാവരും തക്ബീർ ചൊല്ലി, മർഹബ ചൊല്ലി, തഅൽ ബദ്റു ചൊല്ലി സ്വീകരിക്കുന്ന രംഗം അദ്ദേഹം പറയുകയാണ്. ഞങ്ങളൊക്കെ രാഷ്ട്രീയക്കാരായി എത്ര കാലമായി നടക്കാൻ തുടങ്ങിയിട്ട് ഒരു സ്ഥലത്തൊന്നും അങ്ങനെ ഒരു വരവേൽപ്പ്, ഇത്രയും വലിയൊരു ആഹ്ലാദ പ്രകടനം നമ്മൾ കണ്ടിട്ടില്ല. അപ്പം അത്രയും വലിയ ഒരു ഉയർന്ന വ്യക്തിത്വത്തിൻ്റെ ആളാണ് കാന്തപുരം ഉസ്താദ്. ആ കാന്തപുരം ഉസ്താദിനെ ഞാൻ കാണുന്നത് ബഹുമാനപ്പെട്ട തങ്ങൾ കടന്നു വന്നപ്പോൾ പൂച്ചയെ കണ്ട എലിയെപ്പോലെയാണ്. ആ വലിയ AP അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന മനുഷ്യൻ തങ്ങള് സമാപന സമ്മേളനത്തിൽ അവിടെ എത്തിയപ്പോൾ ബഹുമാനപ്പെട്ട തങ്ങൾ സ്വീകരിക്കാൻ പോയതും തങ്ങൾ വന്നപ്പോൾ അവിടുന്ന് കാണിച്ച ആ ആദരവും ഞാൻ കണ്ടപ്പോൾ ലോകത്ത് ഇങ്ങനെ ഒരു ആദരവ് കിട്ടുന്ന രംഗം അല്ലെങ്കിൽ കൊടുക്കുന്ന രംഗം മറ്റെവിടെയും കാണുകയില്ല എന്ന് ഞാൻ മനസ്സിലാക്കിപ്പോയി. ഇത് വെറുതെ പറയുന്നതല്ലല്ലോ, അവരനുഭവമല്ലേ. അപ്പം ഞാൻ പറയുന്നത്, എന്തുകൊണ്ടും വലിയ മഹത്വത്തിൻ്റെ ഉടമയായ തങ്ങൾ നീണ്ട 10-60 വർഷങ്ങൾ ഇവിടെ ദീനിന്റെ നിലനിൽപ്പിന് ആവശ്യമായ വിജ്ഞാനത്തിലാണ് മഹാനവറുകൾ മുഴുകിയത്. ആ വിജ്ഞാനം പകർന്നു കൊടുക്കുന്നത് അതല്ലേ കേരളത്തിന് മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് എന്നുള്ള പ്രത്യേകത എന്താണ്? കേരളമല്ലാത്ത രാജ്യങ്ങളിൽ നിന്ന് നോക്കൂ. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തന്നെ മുസ്ലിങ്ങൾ നമ്മളെക്കാൾ എണ്ണത്തിൽ എത്രയോ ഉള്ള മറ്റ് സ്റ്റേറ്റുകളുണ്ട്. പക്ഷേ ദീനീ ചലനം നടക്കുന്നത് നമ്മുടെ കേരളത്തിലാണ്. പോകട്ടെ, ഇവിടുത്തെ ഗവൺമെന്റ് കേരള ഗവൺമെന്റ് ആയാലും കേന്ദ്ര ഗവൺമെന്റ് ആയാലും ഇസ്ലാമികമായ വിഷയങ്ങളിൽ കൈകടത്തൽ നടത്തുമ്പോൾ അവിടെ സന്ദർഭത്തിനൊത്ത് ഇടപെടുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ മാത്രമാണ്. ധാരാളം 900 സംഘടനകൾ ഇവിടെ ഉണ്ട്. പുത്തനാശയക്കാരുടേതുണ്ട്, സുന്നികൾ എന്ന് പറയുന്നവരുടേതും ഉണ്ട്. എന്നാൽ അവിടെ വരുന്ന ശബ്ദം സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന ജമിയത്തുൽ ഉലമയുടെ ശബ്ദമാണ്. വിശാലമായ ഇന്ത്യയിൽ
നമ്മുടെ കേരളം എന്ന് പറയുന്നത് കൊച്ചു സ്റ്റേറ്റാണ്, ഒരു ചെറിയ സ്റ്റേറ്റാണ്. ആ കൊച്ചു സ്റ്റേറ്റിൽ ഉള്ള ശബ്ദമാണ് അവിടെ കേന്ദ്രത്തിൽ വരെ എത്തുന്നത്. അതിന് കാരണം പണ്ഡിതന്മാരുടെ ഒരു കൂട്ടായ്മ അതിവിടെയാണുള്ളത്. വടക്കേ ഇന്ത്യയിൽ എത്രയെത്ര ആലിമീങ്ങളുണ്ട്. യു പിയിൽ തന്നെ മുസ്ലിം ബഹുജനങ്ങൾ നോക്കുമ്പോൾ കേരളത്തിനേക്കാൾ എത്ര കൂടുതൽ മുസ്ലിമീങ്ങളുണ്ട്. അവിടെ എത്രയെത്ര ആലിമീങ്ങൾ പണ്ഡിതന്മാരുണ്ട്. പക്ഷേ അവിടെ പണ്ഡിതന്മാർക്ക് സംഘടനയില്ല, ദീനി രംഗത്ത് ഒരു സെറ്റപ്പുമില്ല. നമ്മുടെ കേരളത്തിൽ നോക്കൂ, നേതൃത്വമായ പണ്ഡിത സഭ സമസ്തയല്ല ജമിയത്തുൽ ഉലമ. ആ ജമിയത്തുൽ ഉലമ സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ ഒരു കേന്ദ്ര കമ്മിറ്റി ഉണ്ടെങ്കിൽ ഓരോ ജില്ലക്കും വ്യത്യസ്തമായ കമ്മിറ്റികൾ വേറെയുണ്ട്. മലപ്പുറം ജില്ലാ ജമിയത്തുൽ ഉലമ, കോഴിക്കോട് ജില്ലാ ജമിയത്തുൽ ഉലമ, എറണാകുളം ജില്ലാ ജമിയത്തുൽ ഉലമ, അങ്ങനെ ജില്ല. ആ ജില്ലയുടെ കീഴിൽ ഓരോ ജില്ലകളിലുള്ള താലൂക്കിന് വെവ്വേറെ ജമിയത്തുൽ ഉലമ. ആ താലൂക്കുകളിൽ ചേർത്തല താലൂക്ക് ജമിയത്തുൽ ഉലമയുടെ കീഴിലുള്ള പരിപാടിയാണ് ഇവിടെ പോയി നടക്കുന്നത്. ഇങ്ങനെ ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തനം ഈ 3 തലങ്ങളിലായി നടക്കുന്നു: സ്റ്റേറ്റ്, ജില്ല, താലൂക്ക്. ഇനി അതിൻ്റെ കീഴിൽ സമസ്തയിലെ ജമിയത്തുൽ ഉലമ എന്തിനു വേണ്ടി സ്ഥാപിതമായോ, ആ സ്ഥാപിക്കുന്ന കാലത്ത് എന്തൊരു ലക്ഷ്യമാണോ ലക്ഷ്യമാക്കിയത്, അത് മുസ്ലിം ബഹുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ബഹുജന പ്രസ്ഥാനമായി ഏറ്റവും വലിയ സംഘടന. കേരളത്തിൽ ബഹുജന പ്രസ്ഥാനം ധാരാളമുണ്ട്, പക്ഷേ ദീനിന്റെ പേരിൽ ഉള്ള പ്രസ്ഥാനങ്ങളില്ല. രാഷ്ട്രീയമായ ഭൗതികമായ കാഴ്ചപ്പാടുകൾ അനുസരിച്ചുണ്ടാക്കിയ സംഘടനകളാണ്. ഒരു ദീനി സംഘടന എന്ന നിലക്ക് ഇത്രയും ജനലക്ഷങ്ങൾ ഒരുമിച്ച് കൂടിയ സംഘടന സമസ്തയിലെ സുന്നി യുവജന സംഘം SYS എന്ന 3 അക്ഷരത്തിൽ അറിയപ്പെടുന്ന സംഘടനയല്ലാതെ മറ്റൊരു സംഘടന കാണുകയില്ല. ആ സംഘടനയാണ് ഇവിടുത്തെ ബഹുജനങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള സംഘടന. എന്നാൽ വിദ്യാർത്ഥികൾക്ക് വേറെ സംഘടന. അവർ വിവിധ സ്ഥാപനങ്ങളിലാണ്. മെഡിക്കലിന് പഠിക്കുന്ന കുട്ടികൾ, LLBക്ക് പഠിക്കുന്ന കുട്ടികൾ, അങ്ങനെ വിവിധ ഡിഗ്രികൾക്ക് വേണ്ടി പഠിക്കുന്ന കുട്ടികൾ, അവരൊക്കെ പഠിക്കുന്ന സ്ഥാപനങ്ങളിലും വിദ്യാർത്ഥി സംഘടന എന്ന നിലക്ക് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ SSF എന്ന പോലെ ധാരാളം മഹല്ലുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. ആ മഹല്ലുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന മാനേജ്മെന്റിന് കൂട്ടായ്മയുണ്ട്. സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ SMA. അപ്പൊ ഇങ്ങനെ വിവിധ തരത്തിൽ ഇനി നമ്മളെ കുട്ടികളെ ദീനിയായ വിദ്യാഭ്യാസം അവർക്ക് കൊടുത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുഅല്ലിമീങ്ങൾ, അവരുടെ സംഘടനയാണ് ജംഇയ്യത്തുൽ മുഅല്ലിമീൻ. ഇനി അതിനൊക്കെ പാഠപദ്ധതികൾ സംവിധാനിച്ചു കൊടുക്കുന്ന വിദ്യാഭ്യാസ ബോർഡ് എങ്ങനെ തുടങ്ങി ഒരുപാട് സംഘടനകൾ ഈ സമസ്ത എന്ന് പറയുന്ന സമസ്തയിലെ ജമിയത്തുൽ ഉലമയുടെ നിയന്ത്രണത്തിലായി, അതിന് കീഴിലായി പ്രവർത്തിക്കുന്നു. മഹാനായ താജുൽ ഉലമ ഈ സംഘടനക്കാരോടൊക്കെ എന്തെന്ന് പറഞ്ഞാൽ അതപ്പോൾ സ്വീകരിക്കും, അല്ലെങ്കിൽ കാന്തപുരം ഉസ്താദ് പറഞ്ഞാൽ അത് സ്വീകരിക്കപ്പെടും. ഈ ഒരു സെറ്റപ്പിൽ കേരളമല്ലാത്ത ഒരു രാജ്യത്തും ഇന്ത്യ രാജ്യത്ത് തന്നെ മറ്റ് സ്റ്റേറ്റുകളിൽ ഇല്ല, ഇന്ത്യക്കപ്പുറമുള്ള രാഷ്ട്രങ്ങളിലും ഇല്ല. ഇസ്ലാമിക രാജ്യം എന്ന് പറയുന്ന രാജ്യങ്ങളിലടക്കം കേരളത്തിൽ നടക്കുന്നത് പോലെ ദീനി വിദ്യാഭ്യാസ രംഗത്തോ ദീനി പ്രവർത്തന രംഗത്തോ ഇങ്ങനെയുള്ള ശിഷ്ടം അവിടെ കാണുകയില്ല. ഒന്നാമത് ആ രാജ്യങ്ങളിൽ രാജഭരണമാണ്, നമ്മുടെ നാട്ടിലെ പോലെയുള്ള ജനാധിപത്യ ഭരണമല്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അവരുടെ താല്പര്യം അനുസരിച്ച് നീങ്ങാനോ അല്ലെങ്കിൽ അവരെ പ്രതിഷേധങ്ങൾ അറിയിക്കാനോ ഒന്നും പറ്റില്ല. രാജഭരണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, അവർ ഭരിക്കുന്നതിന്റെ ഭരണത്തിന് കീഴിൽ ഒതുങ്ങി നിന്നോളുക. നമ്മുടെ രാജ്യം അങ്ങനെയല്ലല്ലോ.
അതുകൊണ്ട് തന്നെ ഇവിടെ ഏത് നിലക്കും നമുക്ക് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഈ ഒരു സ്വാതന്ത്ര്യം ആ നാടുകളിൽ അറിയാത്തതുകൊണ്ട്, ഇല്ലാത്തതുകൊണ്ട് അവരിവിടെ വരുമ്പോൾ സുബ്ഹാനല്ലാഹ് ഇവിടെയാണ് ഇസ്ലാം ദീനുള്ളത്, ഞങ്ങളുടെ നാട്ടിലൊന്നും ഇസ്ലാം ദീനില്ല എന്ന് അവർ തന്നെ പറയും. ഇനി അത് പോകട്ടെ, ഇസ്ലാമിക രാജ്യമായിരുന്ന രാജ്യങ്ങളടക്കം ഇൽമും ആലിമീങ്ങളോടൊന്ന് പോയതോടെ ആ രാജ്യം എന്തായി മാറി? സ്പെയിൻ എന്ന് പറയുന്നത് ഇസ്ലാമിക ചരിത്ര താളുകളിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട് കിടക്കുന്ന രാജ്യമാണ്. എത്ര വലിയ ആലിമീങ്ങൾ അവിടെ പഠിച്ച് ഒക്കെ ചെയ്തവരാണ്. ആ രാജ്യം ഇന്ന് എവിടെയാണ്? ഇസ്ലാമിക സ്പെയിൻ അത് തകർന്നു പോയി. അത് ഇസ്ലാമിന്റെ എതിർകക്ഷികളുടെ കയ്യിൽ ആണ് ആ രാജ്യമുള്ളത്. കുർത്തുബ എന്ന് പറയുന്ന സ്ഥലം ധാരാളം ആലിമീങ്ങൾ, വലിയ തഫ്സീർ എഴുതിയ ഖുർത്തുബി ആ നാട്ടുകാരനാണ്. അങ്ങനെ എത്ര രാജ്യങ്ങൾ ഇന്ന് തകർന്നു പോയി. ഞാൻ ഈയിടെ ഉസ്ബെക്കിസ്ഥാനിൽ പോയി. ഈ ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലം 98% മുസ്ലിങ്ങൾ ഉള്ള രാജ്യമാണ്. പക്ഷേ ആ രാജ്യം സോവിയറ്റ് യൂണിയൻ 8-10 രാജ്യങ്ങൾ കൂട്ടിഭരിച്ച കൂട്ടത്തിൽ ഒരു രാജ്യമായിരുന്നു. 1916 മുതൽ സോവിയറ്റ് യൂണിയൻ ഒന്നിച്ചു ഭരിച്ചപ്പോൾ ആ ഭരണത്തിന്റെ ഉള്ളിൽ നീണ്ട ഒരു കാലം 1991 വരെ എത്തിയപ്പോഴേക്ക് ആ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇസ്ലാം പമ്പ കടന്നുപോയി. ഉസ്ബെക്കിസ്ഥാനിൽ 98% മുസ്ലിങ്ങളുടെ രാജ്യത്ത് ഇസ്ലാം എന്ന് പറയുന്ന ദീനില്ല, മുസ്ലിം നാമമുണ്ട്. മുഹമ്മദ്, അഹമ്മദ്, അബൂബക്കർ തുടങ്ങിയ പേരുകളുണ്ട്. ഇസ്ലാമും അവരുമായി യാതൊരു ബന്ധവുമില്ല. നിസ്കാരം അവർക്കറിയില്ല, നോമ്പറിയില്ല, ഇസ്ലാമിന്റെ ഒരു കർമ്മങ്ങളും അറിയില്ല. പള്ളികൾ, ധാരാളം പള്ളികളുണ്ട്. നമ്മുടെ രാജ്യത്ത് മുസ്ലിം ഭരണം നടത്തിപ്പോന്ന മുഗൾ ചക്രവർത്തിമാർ, ആ മുഗളന്മാരുടെ തലസ്ഥാനമാണ് ആ പറഞ്ഞ സ്ഥലം. മുഗൾ ചക്രവർത്തിമാരിൽ വലിയ ആളായിരുന്ന സുൽത്താൻ തൈമൂർ, ആ തൈമൂറിന്റെ കാലത്ത് ഉണ്ടാക്കിയ വിവിധങ്ങളായ പള്ളികൾ ഇന്ന് ടൂറിസ്റ്റ് കേന്ദ്രമാണ്. വിവിധമായ മദ്രസകൾ, നമ്മുടെ നാട്ടിലെ മദ്രസ പോലെയൊന്നുമല്ല. അതിന്റെ കെട്ടിടം കണ്ടാൽ വളരെ പ്രൗഢമാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, 700-800 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ കെട്ടിടങ്ങൾ, മദ്രസ കെട്ടിടവും പള്ളി ഒക്കെ ഇന്ന് സൂക്കുകളായി മാറിയിരിക്കുക. പള്ളിയോടുള്ള മുഴുവൻ ഷോപ്പുകളാണ്, മദ്രസ മുഴുവൻ ഷോപ്പുകളാണ്. പള്ളിക്കുള്ളിൽ നിസ്കാരം നടക്കുന്നില്ല, മദ്രസക്കുള്ളിൽ അധ്യയനങ്ങൾ നടക്കുന്നില്ല. കാരണം ദീനും അവരും യാതൊരു ബന്ധവുമില്ല. എന്തേ ഇതിനുണ്ടായ കാരണം? ഒന്നാമത് അവർ ചെയ്തത് ഇസ്ലാമിന് വേണ്ടി ശബ്ദിക്കുന്ന ആലിമീങ്ങളെ തെരഞ്ഞു പിടിച്ചവരെ കൊന്നുകളഞ്ഞു. രണ്ടാമത് സ്വസ്ഥമായിരിക്കുന്നവരാണെങ്കിലും പണ്ഡിതന്മാരാണെന്ന് മനസ്സിലാക്കി ഇവരെ തെരഞ്ഞു പിടിച്ച് അവരെ നാട് കടത്തി വിട്ടു. അപ്പൊ ഇസ്ലാമിന്റെ ബാലപാഠം പോലും പറഞ്ഞു കൊടുക്കാൻ ആരുമില്ലാതെ വന്നു. അങ്ങനെ ദർസോ മദ്രസയോ പരിപാടി ഒന്നുമില്ല. നിസ്കരിക്കാൻ പാടില്ല എന്ന് നിയമം കൊണ്ടുവന്നു. പള്ളിയിൽ അങ്ങനെ ആരാധനാ കർമ്മങ്ങൾ നടത്താൻ പാടില്ല നിയമം വന്നു. അവിടുത്തെ ഗവൺമെന്റ് കൊടുക്കുന്ന വിദ്യാഭ്യാസമല്ലാതെ മറ്റൊരു വിദ്യാഭ്യാസമോടെ പഠിക്കാനോ പാടില്ല നിയമം കൊണ്ടുവന്നു. അപ്പൊ രാജ്യം എന്തായി മാറി? മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ മുസ്ഹഫ് മഹാനവർ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ മഹാനവരെ വെട്ടി കൊലപ്പെടുത്തിയ സന്ദർഭത്തിൽ ആ മുസ്ഹഫിലേക്ക് രക്തം ചിന്തിയത്, ആ രക്തം ചിന്തിയ മുസ്ഹഫ് ഉസ്ബെക്കിസ്ഥാനിലെ ഒരു പള്ളിയിൽ ഉണ്ട്. ഇന്ന് ആ രാഷ്ട്രത്തിന്റെ തലസ്ഥാനമായ താഷ്കണ്ടിൽ ആ പള്ളി നമുക്ക് കാണാം, ആ മുസ്ഹഫ് നമുക്ക് കാണാം. ആ മുസ്ഹഫ് പള്ളിയോടനുബന്ധിച്ച ഒരു കെട്ടിടത്തിൽ വെച്ചിരിക്കുന്നു. പക്ഷേ പള്ളിയുടെ അവസ്ഥ എന്താണ്?
91 ശേഷമാണ് അവിടെ നിസ്കാരം തുടങ്ങിയത്. വളരെ തുച്ഛമായ ആളുകൾ. ഞങ്ങൾ അസർ നിസ്കാരത്തിന് അവിടെ എത്തിയപ്പോൾ ഒരു സഫും 2ാം സഫിൽ 2-3 ആളുകൾ. അവിടെയാണ് ഈ മുസാഫ് വെച്ചിട്ടുള്ളത്, കുറഞ്ഞ ആളുകൾ. അപ്പോൾ ആ ഇമാമിനോടും ചോദിച്ചു, എന്താ ഇവിടുത്തെ ദീനി സംഗതികൾ? ദീനിയായിട്ടൊന്നും അറിയില്ല. അപ്പം നിങ്ങളെങ്ങനെ ഇമാമത്തിനെ പഠിച്ചത്? ഞാൻ ഇവിടുന്ന് പഠിച്ചതല്ല, എനിക്ക് ജോലി ഷാർജയിലായിരുന്നു. ഷാർജയിൽ ജോലിക്കാരനായി നിന്നപ്പോൾ അവിടുന്ന് കുറച്ച് പഠിച്ചതാണ്. ഫാത്തിഹയും കുറഞ്ഞ സൂറത്തൊക്കെ കിട്ടും, വേറെ ഒന്നും അറിയില്ല. അയാളാണ് ഇമാം. ഒട്ടാകെ ആ രാഷ്ട്രത്തിൽ 4 പള്ളിയാണ് ഇപ്പോൾ തുറക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ അവിടെ തന്നെ ബാങ്ക് വിളി മൈക്കിൽ പാടില്ല, പള്ളിയുടെ ഉള്ളിൽ കേൾക്കാവുന്ന വിധത്തിലുള്ള പറ്റുള്ളൂ. 4 പള്ളി ഒരു രാഷ്ട്രത്തിൽ തുറന്ന് പ്രവർത്തിക്കുന്നത്. ബാക്കി പള്ളിയുടെ ഉള്ളു മുഴുവൻ സൂക്കുകളാണ്, അങ്ങാടികളാണ്. മദ്രസയും അങ്ങനെ തന്നെ. അപ്പം അതുകൊണ്ട് അപേക്ഷിക്കുമ്പോൾ നമ്മുടെ കേരളത്തിന് അള്ളാഹു ചെയ്തതിന് എഴുമത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് ആലിമീങ്ങളുടെ കൂട്ടായ്മയാണ്. തങ്ങളെപ്പോലെയുള്ള താജുലമയെപ്പോലുള്ള നെഞ്ഞൂക്കുള്ള ആലിമീങ്ങൾ, അങ്ങനത്തെ ആലിമീങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. അവരെ കൊണ്ടാണ് ഇവിടെ ദീൻ നിലനിൽക്കുന്നത്. ദീനിന്റെ ശത്രുക്കൾ പല നിലക്കൂടെ വരും. നേരത്തെ സോക്ക് നിങ്ങൾ കേട്ടില്ലേ? ദീനിന്റെ ശത്രുക്കൾ വന്ന സന്ദർഭത്തിലൊക്കെ അതത് സമയങ്ങളിൽ അതിനെതിരെ തീരുമാനമെടുത്തത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ്. പണ്ടുകാലം മുതൽ ഇന്നേ വരെ അങ്ങനെയാണ്. തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആര് ചോദ്യം ചെയ്താലും ആ തീരുമാനം ഇവിടെ മാറ്റേണ്ടി വരില്ല. എത്ര ബിദ്അഈ കക്ഷികൾ വന്നു. മുജാഹിദ് വന്നു, ജമാഅത്ത് ഇസ്ലാമി വന്നു, ഖാദിയാനിസം വന്നു, ബഹായിസം വന്നു, ചേകനൂരിസം വന്നു. അതേപോലെ ആത്മീയത പറഞ്ഞുകൊണ്ടുള്ള പിഴച്ച തരീക്കത്തുകൾ വന്നു. കൊണ്ടോട്ടി തരീക്കത്ത് വന്നപ്പോഴും, കൊരൂർ തരീക്കത്ത് വന്നപ്പോഴും, ചോറ്റൂർ തരീക്കത്ത് വന്നപ്പോഴും, ശംസിയ തരീക്കത്ത് വന്നപ്പോഴും, നൂരിഷാ തരീക്കത്ത് വന്നപ്പോഴും ഒക്കെ അതത് സമയങ്ങളിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇപ്പൊ വളരെ പിൽക്കാലത്ത് വന്ന ഖുതുബുസ്സമാന്റെ തരീക്കത്ത്, അതിൻ്റെ ആൾക്കാർ നിങ്ങളെ എറണാകുളത്തേരാ. എറണാകുളം ജില്ലയിൽ നിന്നാണ് ഖുതുബുസ്സമാൻ. ഇവിടെ അറിയാവുന്നില്ല, നമ്മൾ ആ ഭാഗത്താണ് ഈ തരീക്കത്ത് കൂടുതൽ വരുന്നത് അല്ലേ? ഖുതുബുസ്സമാന്റെ തരീക്കത്ത് കേട്ടില്ലേ? ഏതാ ഖുതുബുസ്സമാൻ? ഒരു പടുമനുഷ്യൻ, ഒരു സാധാരണക്കാരൻ, അയാൾ ഖുതുബുസ്സമാനാ. ഖുതുബുസ്സമാൻ സയ്യിദ് അലവി മമ്പുറം തങ്ങൾ, അത് യഥാർത്ഥ ഖുതുബുസ്സമാനായിരുന്നു. എന്ന പോലെ ഖുതുബുസ്സമാൻ സയ്യിദ് മുഹമ്മദ് ബാസൻ ജമലൈ തങ്ങൾ ഖുതുബുസ്സമാനായിരുന്നു. ഇയാളെ ഖുതുബുസ്സമാൻ എന്ന പേരിൽ നാടായ നാടുകളിലൊക്കെ കൊണ്ടു നടക്കുക. അതേപോലെ അതിന് ശേഷം പിന്നെയും വന്നു ഒരു ഹാഫിദ് ഉസ്താദ് എന്ന് പറഞ്ഞിട്ടൊരു ഉസ്താദ്. ഇതിന് പിന്നാലെ ഒക്കെ ആളുകൾ അപ്പോഴേക്ക് കൂടുന്നു. എന്തിനാണ് കൂടുന്നത്? അതൊക്കെ ഷോർട്ട് കട്ടിന് അള്ളാഹിനെ കൊണ്ട് എത്താൻ കഴിയും. ഇതാണ് നമ്മൾ പോകുമ്പോൾ ദൈർഘ്യം കൂടും, അവർ പോകുമ്പോൾ വളരെ ഷോർട്ടായിട്ട് പോകും. വളരെ ഷോർട്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിക്കരിക്കാതെ തന്നെ നേരെ സ്വർഗത്ത് പോവാം. നോമ്പ് വേണ്ട, സക്കാത്ത് കൊടുക്കണ്ട, പല ലാഭമുണ്ട് ഇതിൽ. പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലായിക്കോളൂ, ആര് തന്നെ വന്നാലും ശരി, ഇവിടെ ദീൻ പഠിച്ച ആലിമീങ്ങളുണ്ട്. ആ ആലിമീങ്ങൾ കയ്യിലുള്ളതാണ് ദീന്, മറ്റൊന്നും ദീനല്ല. ദീനെന്ന് പറയുന്നത് കശ്ഫിൽ കിട്ടുന്നതല്ല, കറാമത്ത് കൊണ്ട് കിട്ടുന്നതല്ല. ദീനെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഹബീബായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന എത്തിച്ചു കൊടുത്തതാണ്. ആ ദീൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഔലിയനെ വിളിച്ച് കേൾപ്പിച്ചതല്ല. പിന്നെയോ അത് ആരെ ഏൽപ്പിച്ചത്? അവിടുത്തെ മഹത്തുക്കളായ സ്വഹാബ, അവർ താബീങ്ങൾക്ക് കൈമാറി, അവർ തബഉ താബീങ്ങൾക്ക് കൈമാറി. അങ്ങനെ നിസ്വാർത്ഥരായ നിഷ്കളങ്കരായ ഉലമാക്കളിലൂടെയാണ് ദീനിനെ ഖിയാമത്ത് നാൾ വരെ ഉദ്ധരിക്കപ്പെടുന്നത്. അവർക്കാണ് നഖലത്തു ശരിയ, ശരീഅത്തിനെ നഖൽ ചെയ്യുന്ന ഉദ്ധരിക്കുന്നവർ
എന്ന പേര് കൊടുക്കപ്പെട്ടത്. എന്നല്ലാതെ ഒരാൾക്ക് അള്ളാഹുവിൽ നിന്ന് ദിവ്യത്വം കിട്ടുന്നു, ദിവ്യസമയ സന്ദേശം കിട്ടുന്നു, അതൊന്നും ഇവിടെ ദീൻ ആവുകയില്ല. ദിവ്യ സന്ദേശം എന്ന് പറഞ്ഞാൽ വഹയ്യാണ് ഒന്ന്, അത് റസൂലുള്ളാഹിനെ കൊണ്ട് കഴിഞ്ഞു. മറ്റൊന്ന് ഇൽഹാമാണ്. ഇൽഹാം ഔലിയാക്കൾക്ക് ഉണ്ടെങ്കിലും ദീനിന്റെ ഒരു കാര്യവും ഇൽഹാമുമായി ബന്ധപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ എല്ലാ ഗ്രന്ഥങ്ങളിലും പറഞ്ഞു വലൈസൽ ഇൽഹാമു ബിഹുജ്ജത്തിൻ ബിസിഹത്തി ശൈ. ഒരു കാര്യത്തിന്റെ യാഥാർത്ഥ്യം തെളിയിക്കാൻ ഇൽഹാം ഒരിക്കലും ഹുജ്ജത്ത് തെളിവ് അല്ല. എന്തുകൊണ്ട്? ഇൽഹാം അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്നുവെങ്കിലും ജിബ്രീൽ മുഖേനയല്ല, മലായിക്കത്തിന്റെ സാന്നിധ്യത്തോടെയല്ല. എന്നാ അതൊക്കെ പോകട്ടെ, ഇത് കൊടുക്കപ്പെടുന്ന ആൾക്ക് ഇസ്മത്ത് എന്ന് പറയുന്ന അപ്രമാദിത്വം, തെറ്റുപറ്റായ്മ എന്ന ഗ്യാരണ്ടിയും ഇല്ല. അതുകൊണ്ട് ശൈത്താനിന്റെ പിശാചിന്റെ ഇടപെടൽ ഇടക്കിടക്ക് വന്നേക്കാം. അപ്പൊ ഇൽഹാം എന്ന് പറയുന്നത് മൊത്തത്തിൽ നാം അംഗീകരിക്കുന്നുവെങ്കിലും ശറഈന്റെ ഒരു നിയമം നിർണയിക്കാനോ തീരുമാനിക്കാനോ ഇൽഹാം ഒരിക്കലും പറ്റില്ല എന്ന് എല്ലാ മദ്ഹബിന്റെ ഉലമാക്കളും ഇജ്മാ ആയിട്ടുള്ളതാണ്. അതിനെതിരിൽ ഓരോ ആൾക്കാർ ശൈഖന്മാരുണ്ട് ഇറങ്ങുക, അവരെന്തെങ്കിലും പറയാ, അതിന് പിന്നാലെ കണ്ണും മൂക്കുമില്ലാതെ പിന്നിൽ പോവുക അല്ലേ? അയാൾ ഞാൻ പറഞ്ഞ ഹാഫിദ് വന്നപ്പോൾ എന്താ പറഞ്ഞ്, നമ്മളാളുകളൊക്കെ ഹജ്ജിന് പോകും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരികിൽ മദീനത്ത് പോകും, എന്നിട്ട് സിയാറത്ത് ചെയ്തു എന്നാ പറയാ. റസൂലുള്ളാഹിന്റെ സിയാറത്ത് അവിടെ ചെന്നുകൊണ്ടാവൂല. പിന്നെയോ അവിടുന്ന് 1500 മീറ്റർ താഴെയാണല്ലോ റസൂലുള്ളാഹിന്റെ ഖബർ. അവിടത്തേക്ക് എല്ലാവർക്കും പോകാൻ കഴിയില്ല, വിരളം ആളുകളെ അവിടെ എത്താൻ സാധിച്ചിട്ടുള്ളൂ. അതിൽപ്പെട്ട ഒരാളപ്പോൾ അദ്ദേഹം. ഇതൊന്നും ഇസ്ലാം ദീനിൽ എവിടെയും പറഞ്ഞ സംഗതിയല്ല. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞ, ഇങ്ങനത്തെ 100 സംഗതികൾ അതെല്ലാം കൂടി പറഞ്ഞങ്ങോട്ട് വലുതാക്കി പർവ്വതീകരിച്ച് ഇവിടുത്തെ ആലിമീങ്ങളൊക്കെ അയാളെ പിന്നിൽ നിൽക്കണം എന്നോടത്തേക്ക് നമ്മൾ ആളുകൾ എത്തിപ്പോയി. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ സമസ്തയിലെ ജമിയത്തുൽ ഉലമ കേന്ദ്ര മുസാവറ ചേർന്ന് തീരുമാനമെടുത്തു, അത് ശരിയല്ലെന്നും അതിന്റെ പിന്നിൽ പോകരുതെന്നും പറയേണ്ടി വന്നു. ഞാൻ പറയുന്നത്, ഇങ്ങനെ ഓരോ വിഷയം വരുമ്പോഴും സാന്ദർഭികമായി ഇടപെട്ട് തീർപ്പ് കൽപ്പിച്ച മഹത്തായ സംഘടനയാണ് സമസ്തയിലെ ജമിയത്തുൽ ഉലമ. അതിന്റെ അമരക്കാരനായിരുന്നു ദീർഘമായ കാലയളവിൽ മഹാനായ തങ്ങൾ. ഇൻഷാ അല്ലാഹ് തങ്ങളുടെ മൂത്ത പുത്രൻ സയ്യിദ് ഹിമ്പിച്ചുകോയ തങ്ങൾ അൽ ബുഖാരി അടുത്ത സമയത്ത് ഇവിടെ എത്തും. ബഹുമാനപ്പെട്ട അബ്ദുള്ള ഉസ്താദിന്റെ ദാരിമിയുടെ വീട്ടിൽ വിശ്രമിക്കുകയാണ്. ഇന്ന് ആ സ്ഥാനം നമുക്ക് നിർവഹിക്കുന്നത് സമസ്തയിൽ വളരെ പഴക്കമുള്ള 1947 മഹാനായ MA ഉസ്താദ് സമസ്തയിൽ മെമ്പറാകുന്നത്. 47 എന്ന് പറഞ്ഞാൽ ഞാൻ ജനിക്കണീൻ്റെ കുറച്ച് വർഷം മുമ്പ്, ഞാൻ 54 അപ്പോൾ എൻ്റെ എത്രയോ ജനിക്കണീന് മുമ്പ്. ബഹുമാനപ്പെട്ട AP ഉസ്താദിന് തന്നെ അന്ന് 7 വയസ്സ് പ്രായമായിരിക്കും. MA ഉസ്താദ് സംഘടനയിലെത്തുമ്പോൾ AP ഉസ്താദിന് 7 വയസ്സ് പ്രായമായിരിക്കും. കാരണം ഉസ്താദിൻ്റെ ജനനം 1939. മഹാനായ MA ഉസ്താദ് 1946 സമസ്തയിൽ വരുന്നത്. അത് ഏതാ കാലം? ആ 46 സമസ്തക്ക് തുടക്കം കുറിച്ച പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ വഫാത്തായത്. ആ കൊല്ല. അതാണ് MA ഉസ്താദ് പറഞ്ഞു, സമസ്തയുടെ സാരഥ്യം വഹിച്ച ആലിമീങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെയുള്ള ആലിമീങ്ങളിൽ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളല്ലാത്ത എല്ലാവരുമായി എനിക്ക് ബന്ധമുണ്ട് എന്ന് മഹാനവർ പറഞ്ഞത് ഞാൻ കേട്ടതാണ്. അപ്പം അത്ര തഴക്കും ഭയക്കുള്ള വ്യക്തിത്വമാണ് ഇന്ന് സമസ്തയുടെ പ്രസിഡൻ്റായിട്ടുള്ളത്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. തങ്ങൾ അത്ര വയസ്സ് മഹാനവർക്കും ഉണ്ട്. ഇന്നലെയും കോടമ്പാട് സമ്മേളനത്തിന് മഹാനവറുകൾ ഫോണിലൂടെ പ്രസംഗം നടത്തി. കോഴിക്കോട് മിഞ്ഞാന്ന് സമസ്തയുടെ കേന്ദ്ര ജനറൽ ബോഡി ഉണ്ടായിരുന്നു. ആ ജനറൽ ബോഡിയിലും ബഹുമാനപ്പെട്ട MA ഉസ്താദ് ഫോണിലൂടെ ഒരു 10 മിനിറ്റ് നേരം സംസാരിച്ചു. യാത്ര ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ഫോണിൽ സംസാരിച്ചു. അപ്പോൾ ആ നേതൃത്വം നമുക്കുണ്ട്.
അത് നമുക്ക് സന്തോഷമാണ്. അത് അല്ലാഹു തആല നിലനിർത്തി തരട്ടെ എന്ന് ദുആ ചെയ്ത് ഈ പരിപാടി സംഘടിപ്പിച്ചതിൽ ആരൊക്കെ ഏതൊക്കെ നിലക്ക് സഹകരിച്ചുവോ എല്ലാവർക്കും അർഹമായ പ്രതിഫലം റഹ്മാനായ റബ്ബേ നീ നൽകണേ എന്ന് ദുആ ചെയ്ത് നിങ്ങളൊക്കെ ദുആർക്കണമെന്ന് വസിയത്തോടെ എല്ലാം അല്ലാഹു ശിഫയാക്കി തരട്ടെ. നിങ്ങളൊക്കെ ദുആർക്കണമെന്ന് വസിയത്തോടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന ഖുർആൻ വാക്യം കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മുടെ സ്ഥാപനമായ ദാറുൽ ഹിക്കം അതിൻ്റെ ഒരു എളിയ പ്രവർത്തനം കൂടിയാണ് ഞാൻ. അത് നിങ്ങൾ സഹായിക്കണം, അതിനെ ഉയർത്തണം എന്ന പോലെ ഞാൻ നടത്തുന്ന ഹിക്കമിയ എന്ന് പറയുന്ന സ്ഥാപനമുണ്ട്. അതുമായി ചെറിയൊരു ബന്ധം തന്നെയാണ് ദാറുൽ ഹിക്കം എന്ന് പറയുന്നത്. ഹിക്കമിയാണ് എൻ്റെ സ്ഥാപനം. ആ സ്ഥാപനവും ഇതുപോലെ പലരുടെ അരികിൽ നിന്നുള്ള സഹായഹസ്തങ്ങൾ, സ്ഥിരമായ യാതൊരു വരുമാനവുമില്ല, അങ്ങനെ നടക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് ആ സ്ഥാപനത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടി എൻ്റെ ആദ്യകാല ശിഷ്യന്മാരിൽപ്പെട്ട വ്യക്തിയും നിങ്ങളെ ഈ ഭാഗത്ത് കൊച്ചിയിലും എറണാകുളത്തൊക്കെ ജോലി ചെയ്ത പരിചയമുള്ള ഉസ്മാൻ മുസ്ലിയാർ എന്ന് പറയുന്ന ഇദ്ദേഹത്തെ ഞാൻ എൻ്റെ സ്ഥാപനത്തിൻ്റെ ഓർഗനൈസറായി നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ സന്ദർഭത്തിനനുസരിച്ച് നിങ്ങളൊക്കെ സമീപിക്കുമ്പോൾ റമദാനിലും അല്ലാത്തപ്പോഴൊക്കെ അദ്ദേഹം ഈ ഭാഗങ്ങളിലൊക്കെ വരും. നമ്മുടെ എല്ലാ സ്ഥാപനവും ഇങ്ങനെ നമ്മുടെ സഹായം കൊണ്ടാണ് നടക്കുന്നത്. നിങ്ങളിവിടെയൊക്കെയുള്ള സ്ഥാപനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ആ ഭാഗത്ത് വരും. കാസർഗോഡുള്ള ആളുകളും ഇവിടെ ഈ ഭാഗത്ത് കാണും, ഇവിടെയുള്ള ആളുകൾ കാസർഗോഡ് ആ ഭാഗത്ത് കാണും. അങ്ങനെ നാം എല്ലാം ഒന്നാണ്. അതുകൊണ്ട് തന്നെ പരസ്പരം നല്ല കാര്യങ്ങൾ അതിന് പരസ്പരം സഹായിക്കുക എന്ന ഖുർആന്റെ നിർദ്ദേശമനുസരിച്ച് നിങ്ങളൊക്കെ സഹായിക്കണം. നിങ്ങളെ സഹായഹസ്തങ്ങൾ ഏതൊക്കെ സ്ഥാപനത്തിലേക്ക് എത്തുന്നോ അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ദുആ കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പം നിങ്ങൾ ചെയ്താൽ ഇപ്പോഴുള്ള ദുആന്റെ പുറമെ നാളെ നമുക്ക് ആഖിറത്തിലേക്കും ആ ദുആന്റെ ഫലമുണ്ടാകും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്ത് ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. സദഖല്ലാഹു മൗലാനൽ അളീം. ഏറ്റവും ആദരണീയനായ PMS തങ്ങൾ അവരുകളെ, വന്യരായ ഷെയ്ഖുന പൊന്മള ഉസ്താദ്, ബഹുമാനപ്പെട്ട ഇസുദ്ദീൻ സഖാഫി, മുസ്തഫ സഖാഫി, അഹമ്മദ് സഖാഫി, ചേർത്തല താലൂക്ക് ജമിയത്തുൽ ഉലമാ സെക്രട്ടറി അബ്ദുൽ ലത്തീഫ് സഖാഫി, മറ്റ് സംഘടനാ നേതാക്കളെ, പണ്ഡിതന്മാരെ, ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹു നമ്മുടെ ഈ കൂട്ടം അവൻ പൊരുത്തപ്പെടുമാറാവട്ടെ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് 2 മിനിറ്റ്. പുറത്ത് നിൽക്കുന്ന എല്ലാവരും അകത്തേക്ക് കയറിയിരിക്കുക. മറ്റ് നോട്ടീസ് വിതരണവും കച്ചവടവും ഒന്നും നമ്മുടെ മജ്ലിസിൻ്റെ ഹുറുമത്തിനെ ബാധിക്കരുത്. ശ്രദ്ധിക്കുക. ചേർത്തല താലൂക്ക് ജമിയത്തുൽ ഉലമാ ഏറ്റവും വലിയ മഹാനായ സമസ്തയുടെ നേതാവിൻ്റെ പേരിൽ ഒരു അനുസ്മരണം സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ അനുസ്മരണം മുഖേന നാം ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാടിൻ്റെ എല്ലാ ഭാഗത്തും ഇന്നും മഴ വർഷിച്ചതുപോലെ ഈ താലൂക്കിലുള്ള എല്ലാ ഭാഗത്തും അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇത് കാരണമായി വർഷിക്കണം. അള്ളാഹു വർഷിപ്പിക്കുമാറാവട്ടെ. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട
ഉസ്താദ് സമസ്തയെ പരിചയപ്പെടുത്തി അതിൻ്റെ തീരുമാനങ്ങൾ ഇവിടെ അറിയിച്ചു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ത് തീരുമാനമെടുക്കുന്നു അതിൻ്റെ പിന്നിലാണ് ജനങ്ങൾ, ലോകം, മുത്തഖീങ്ങൾ, സത്യവിശ്വാസികൾ. അതുകൊണ്ട് തന്നെ നമുക്കും അത് കടമയാണ്, ബാധ്യതയാണ് സമസ്തയുടെ പിന്നാലെ നാം നീങ്ങുക. വിഷയങ്ങളിലേക്ക് കടന്ന് സമസ്ത മുഷാവറ മെമ്പറായ ഇസുദ്ദീൻ സഖാഫി നമ്മോട് സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഈ പരിപാടിക്ക് ഒത്തിരി സാമ്പത്തിക ബാധ്യതയുണ്ട്. ഇതൊരു സന്ദർഭമാണ്. തങ്ങളുടെ പേരിൽ നേർച്ചയാക്കാൻ, നേർച്ച ചെയ്യാൻ, ഹദിയ ചെയ്യാൻ നേതാക്കളോടും പണ്ഡിതന്മാരോടും ഞങ്ങളുടെ മജ്ലിസിൽ 4 കോടി ലാ ഇലാഹ ഇല്ലല്ലാഹ് തങ്ങളുപ്പാക്ക് വേണ്ടി ചൊല്ലിയിട്ടുണ്ട്. 300 ചെല്ലാനം ഖത്ത് ഓതിയിട്ടുണ്ട്. ധാരാളം ഇഖ്ലാസ് ഓതിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ നാട്ടിൽ ഇതിനു മുമ്പ് പരിചയമില്ലാത്ത രൂപത്തിൽ നമ്മുടെ മജ്ലിസിൽ ഒത്തിരി സഹോദരി സഹോദരന്മാർ നേർച്ചകൾ കൊണ്ടുവന്നിട്ടുണ്ട്, ഹദിയകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം സ്വീകരിക്കാൻ ദുആ ചെയ്യണം. അല്ലാഹു തആല നാം ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. ഒത്തിരി പ്രതിസന്ധികളുമായി വന്ന പലരോടും ഈ മജ്ലിസിലേക്ക് നേർച്ചയാക്കാനും ഈ മജ്ലിസിൽ വരാനും ഇതിൽ പങ്കെടുക്കാനും നിർദ്ദേശിക്കുകയുണ്ടായി. നമുക്കിരിക്കാം, പ്രസംഗം തുടരും. ഒരൊറ്റ കാര്യം, നാം ഈ കൂടിയിരിക്കുന്നത് ഒരു വലിയ കാര്യത്തിനാണ്. ഒരു സ്ഥലത്ത് കൂടി ഒരാൾ നടന്നുപോയി. അപ്പോൾ അറിഞ്ഞു അവിടെ ഒരു അറബിക് കോളേജ് ഉണ്ടാക്കുന്നുണ്ട് എന്ന്. അതിൽ പള്ളിയുമുണ്ട്, ദീനിയായ സ്ഥാപനങ്ങളുമുണ്ട്. ഇതറിഞ്ഞ് അങ്ങോട്ട് നടന്ന സൂഫി ചോദിച്ചു, ഭാരമേറ്റു പോകുന്ന ഒരു തൊഴിലാളിയോട് നീ എന്തു ചെയ്യുന്നു? ഈ സമയത്ത് ആ തൊഴിലാളി മറുപടി പറഞ്ഞു, നിങ്ങൾക്ക് കണ്ടുകൂടെ? ഏറ്റിക്കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് കണ്ടുകൂടെ? എന്റെ ജോലിയാണിത്. ആ സൂഫി യാത്ര തുടർന്നു. അദ്ദേഹത്തിന് അറിയാം ഇവിടെ ഒരു അറബിക് കോളേജും പള്ളിയും പണിയുന്നുണ്ടെന്ന്. അങ്ങനെ കുറച്ച് നടന്നപ്പോൾ ഒരാളെ കണ്ടു. എന്താ മോനെ നിന്റെ ജോലി? അൽഹംദുലില്ലാ, വീട്ടിൽ കുറെ ഭാരങ്ങളുണ്ട്. ഞാൻ ഈ ജോലി എടുത്താൽ ആ പൈസ കൊണ്ട് കൊടുത്ത് അവരെയെല്ലാം സംരക്ഷിക്കാം. അങ്ങനെ ഞാൻ ജോലി എടുക്കുകയാണ്. ആദ്യത്തെ ആളേക്കാൾ മാറിയ ഒരു ചിന്ത, നമുക്കിത് പഠിക്കാൻ പാഠമുണ്ട്. ഒരു ചിന്ത അദ്ദേഹം പറഞ്ഞു, താൻ ചെയ്യുന്നത് ഒരു ജോലിയാണ്, അതുകൊണ്ട് തനിക്ക് ജീവിക്കാം. സൂഫി യാത്ര തുടർന്നു. മറ്റൊരു തൊഴിലാളിയെ കണ്ടു. അവനോട് ചോദിച്ചു, നിന്റെ ജോലി എന്താണ്? അദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ലാ, നാട്ടിൽ ഒത്തിരി തൊഴിലാളികളുണ്ട്, അവർക്കാർക്കും കിട്ടാത്ത ഒരു ഭാഗ്യമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതെന്താണ്? അറബിക് കോളേജും പള്ളിയും ഉണ്ടാക്കാൻ ഒരു തൊഴിലാളിയായി ഞാൻ. അതിൽ നിന്ന് കിട്ടുന്ന വേതനമാണെങ്കിലോ ഏറ്റവും നല്ല വേതനമായതുകൊണ്ട് എന്റെ കുടുംബാദികൾ നല്ല ഭക്ഷണവും കഴിക്കും. ശ്രദ്ധിക്കുക, ഇതുപോലെ ജംഇയ്യത്തുൽ ഉലമ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു പരിപാടി ഇവിടെ നടത്തുമ്പോൾ നമ്മുടെ വീക്ഷണം എന്താണോ അതനുസരിച്ചായിരിക്കും നമ്മുടെ പ്രവർത്തനം, അതനുസരിച്ചായിരിക്കും നമ്മുടെ ഫലം. അതുകൊണ്ട് മഹാനായ തങ്ങൾ നമുക്ക് എന്നും ആവേശമാണ്. സാധുവായ ഞാൻ തങ്ങളോട് ഒന്ന് ബഗ്ദാദിൽ പോട്ടെ എന്ന് ചോദിക്കാൻ പോയി. മുസ്ലിയാരുടെയിൽ എവിടെ നിന്നാ പൈസ എന്നാണ് ആദ്യത്തെ ചോദ്യം. അതിനെല്ലാം മറുപടി കിട്ടി, അനുവാദം കിട്ടി. ഞാൻ വീണ്ടും എനിക്ക് യാത്ര ശരിയായി, ഞാനൊന്ന് പോകട്ടെ എന്ന് ചോദിച്ചു. എല്ലാം ഇവിടെ നിന്ന് ബിസ്മില്ലാഹി പറഞ്ഞു ഉള്ളാളത്ത് ചെന്നാണ് ചോദിക്കുന്നത്. പോകാൻ പറഞ്ഞു. അന്ന് പറഞ്ഞു, അസ്സലാമു അലൈക്കും എന്ന് ഇബ്രാഹിം നബിയുടെ അടുക്കൽ പറയണം. അൽഹംദുലില്ലാ, എല്ലാ യാത്രയും കഴിഞ്ഞ്
മടങ്ങി കഅബ ഷരീഫിൽ വന്നു. അന്ന് ഈ ഒരു സംവിധാനമല്ല കഅബ ഷരീഫിനുള്ളത്. ആരും കാണാത്ത ഒരു സ്ഥലത്തിരുന്ന് തങ്ങൾ ഖുർആൻ ഓതുന്നതാണ് കഅബയിലേക്ക് നോക്കുന്നതിന് മുമ്പ് ഞാൻ കണ്ടത്. അങ്ങനെ സലാം ചൊല്ലി ഇന്നാലാണെന്ന് പരിചയപ്പെടുത്തിയപ്പോൾ നീ ഇബ്രാഹിം നബിക്ക് സലാം ചൊല്ലിയെ എന്ന് ചോദിച്ചു. പണ്ഡിത ശ്രേഷ്ഠർ ഇരിക്കുന്ന ഒരു വേദിയിൽ ഔചിത്യമായി മാത്രം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ഞാൻ പരത്തുന്നില്ല. വറഖാത്ത് ഉൾപ്പെടെയുള്ള കിതാബുകൾ പറയുന്നു, ഏത് അംബിയായിന്റെ ഖബറിനും എഴുത്തറാളുണ്ടെങ്കിൽ എഴുത്തറാളില്ലാത്ത ഒരു ഖബറാണ് ഇബ്രാഹിം നബിയുടേതെന്ന്. അന്നാണ് തങ്ങൾ വേറെ ഒരു ഇൽമാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്ന് തോന്നിയത്. ഏതുമാവട്ടെ, ഈ നാടുമായി ഏറ്റവും ബന്ധമുള്ള തങ്ങളുടെ ജീവിതവുമായി ഞാൻ ആദ്യം പറഞ്ഞ സൂഫിയുടെ ചരിത്രം ബന്ധപ്പെടുത്തി നാം സഹകരിക്കണം, പ്രവർത്തിക്കണം. ഈ ഒരു സമ്മേളനം കൊണ്ട് നിർത്താതെ കണ്ട് ബഹുമാനപ്പെട്ട ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ്, നിലനിൽപ്പിന് വേണ്ടിയാണ് സമസ്ത ഇവിടെ പ്രവർത്തിക്കുന്നത്. അതിനെ തുടർന്നാണ് താലൂക്ക് ജമിയത്തുൽ ഉലമ പ്രവർത്തിക്കുന്നത്. അവർക്ക് ഖിദ്മത്ത് ചെയ്തുകൊണ്ടാണ് SMA-യും SYS-ഉം SSF-ഉം SBS-ഉം പ്രവർത്തിക്കുന്നത്. അണികളെല്ലാം ഒന്നിച്ചു നിന്നുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ ഇഷാഅത്തിനും ഇസ്സത്തിനു വേണ്ടിയും പ്രവർത്തിക്കണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ആദരവോടുകൂടെ ബറക്കത്തിനു വേണ്ടി ബഹുമാന്യനായ തങ്ങൾ നമ്മോട് സംസാരിക്കും. ആദരവോടുകൂടെ തങ്ങളെ ക്ഷണിക്കുന്നു. അതിനു മുമ്പ് മംബഉൽ ഉലൂം ദഅവ സ്റ്റുഡൻസ് വിങ് പ്രസിദ്ധീകരിക്കുന്ന താജുൽ ഉലമയുടെ വിജ്ഞാന വിഹായസിലെ വിശ്വജ്യോതിസ് എന്ന ഈ സപ്ലിമെൻ്റ് ബഹുമാന്യനായ തങ്ങളവറുകൾ പ്രകാശനം ചെയ്യുകയാണ്. അഹമ്മദ് സഖാഫി അവറുകൾ അത് ഏറ്റുവാങ്ങുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ സയ്യിദിനാ വ മൗലാനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മഹത്തും ബർഹത്തുമായ വേദിയിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്ന പാണാവള്ളി അബ്ദുള്ള മുസ്ലിയാർ, മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്ന ബഹുമാന്യ ഇസുദ്ദീൻ കാബിൽ സഖാഫി, സ്വാഗത ഭാഷണം നിർവഹിച്ച മുസ്തഫ സഖാഫി, വേദിയിലും സദസ്സിലുമുള്ള അഭിവന്ദ്യരായ പണ്ഡിതന്മാർ, നേതാക്കൾ, സ്നേഹധനരായ സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ, സ്നേഹിതന്മാർ, സർവോപരി സുന്നത്ത് ജമാഅത്തിൻ്റെ കർമ്മകുശലരായ പ്രവർത്തകർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സദുദ്ദേശ്യങ്ങളും മഹാനായ ഉള്ളാൽ തങ്ങൾ അവരുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് പൂർത്തീകരിക്കുമാറാകട്ടെ. മഹാനവറുകളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാൻ നമുക്കെല്ലാം അവൻ ഉദക്കം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അവൻ പ്രവിശാലമാക്കുമാറാകട്ടെ. ദീർഘമായി സംസാരിക്കാൻ ഉദ്ദേശ്യമില്ല. അധ്യക്ഷൻ നിർദ്ദേശം മാനിച്ചുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഹ്രസ്വമായി പറയാനാണ് ആഗ്രഹിക്കുന്നത്. അള്ളാഹു അതിന് ഉദക്കം ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. താജുൽ ഉലമ ഉള്ളാൾ തങ്ങളുടെ ഈ അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേന്ദ്ര മുഷാവറ സെക്രട്ടറിയും സുന്നി യുവജന സംഘം സംസ്ഥാന അധ്യക്ഷനുമായ ആദരണീയരായ
പൊന്മള അബ്ദുൽ ഖാദർ ഉസ്താദ് അവറുകളാണ്. തങ്ങളുടെ ജീവിതത്തിലെ ചില ഏടുകൾ, അവിടുത്തെ മനാഖിബുകളും അവിടുത്തെ കറാമാത്തുകളും ഒക്കെ ഉദ്ധരിച്ചുകൊണ്ട് നമ്മെ തെരിയപ്പെടുത്തി മഹാനായ ഉസ്താദ് അവറുകൾക്ക് അള്ളാഹു സെഹത്തുള്ള ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ആമീൻ. ദീർഘകാലം ദീനീ ചലനങ്ങൾക്ക് നേതൃത്വം നൽകാൻ അവർക്ക് അവൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അവരുടെ അസുഖങ്ങളെല്ലാം അള്ളാഹു ഈ മജ്ലിസിൻ്റെ ഹുർമത്ത് കൊണ്ട് ഭേദമാക്കി കൊടുക്കുമാറാകട്ടെ. വന്നപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് സുഖമില്ല, തങ്ങളിപ്പോൾ ദുആ ചെയ്യണമെന്നാണ് എന്നോട് പറഞ്ഞത്. വന്നിവിടെ ഇരുന്ന അവസരം വളരെ ബുദ്ധിമുട്ടുകളുണ്ട്, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ ദുആ ചെയ്യൽ എൻ്റെ ബാധ്യതയാണ്. പിന്നെ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തിത്വത്തിൻ്റെ നമുക്ക് നേതൃത്വം നൽകുന്ന മഹാന്മാരിൽപ്പെട്ട ഒരാളാണ് പൊന്മള ഉസ്താദ്. ഞാനുമായി ഗാഢമായ ബന്ധം ഉള്ള വ്യക്തിയും കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് നമ്മളെല്ലാം നല്ലവരുടെ കൂടെ സംഗമിക്കണം. മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാലിസുൽ കുബറ വസായിലുൽ ഉലമ വഖാലിത്തുൽ ഹുകമ എന്നൊരു തിരുവചനത്തിൽ പറഞ്ഞതായി നമുക്ക് കാണുവാൻ കഴിയും. അവിടുത്തെ ഒരു തിരുവചനമുണ്ട് അങ്ങനെ, മഹാന്മാരുമായി ജാലിസുൽ കുബറ, മഹാന്മാരുമായി നിങ്ങൾ സംസർഗപ്പെടണം. വസായിലുൽ ഉലമ, പണ്ഡിതന്മാരോട് നിങ്ങൾ ചോദിക്കണം. വഖാലിത്തുൽ ഹുകമ, തത്വജ്ഞാനികളുമായി നിങ്ങൾ സമ്പർക്കപ്പെടണം എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തൊബ്രാനിയുടെ ഹദീസാണ്. അങ്ങനെ മഹാന്മാരുമായി ബന്ധപ്പെടാനുള്ള ഒരു അവസരമാണ്. പിന്നെ ഉള്ളാൾ തങ്ങളെപ്പറ്റി പറഞ്ഞാൽ മഹാനായ തങ്ങളുടെ സീമന്തപുത്രൻ, മൂത്ത പുത്രൻ ഇവിടെ വരും. അവർ നിങ്ങളോട് സംസാരിക്കും. തങ്ങളുടെ അനുകരണീയമായ പല മുഖമുദ്രകളും തങ്ങൾക്കുണ്ട്. ഒന്ന്, ഏത് കൊലകൊമ്പൻ്റെ മുമ്പിലും തികഞ്ഞ ആർജവത്തോടുകൂടി സത്യം വിളിച്ചു പറയാൻ തൻ്റെ ഇടം കാണിച്ച മഹാനാണ് തങ്ങളവർ. ഖുലിൽ ഹഖ വ ഇൻ കാന മുറ. ആരെയും ഭയപ്പെട്ടില്ല തങ്ങളെ എല്ലാവർക്കും പേടിയായിരുന്നു. ഒരു ആത്മീയമായ ഭയം തങ്ങളെ കാണുമ്പോൾ അതവിടുത്തെ ഒരു പ്രത്യേകതയായിരുന്നു. ആരുടെ മുമ്പിലും കൂസിയിട്ടില്ല. മരിക്കുന്നത് വരെ, വഫാത്താകുന്നത് വരെ ആൺകുട്ടിയായി തങ്ങൾ എഴുന്നതിൽ ആരോടും നിശിതമായി തങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. വളരെ മയമായും തങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. തങ്ങളുടെ സ്വഭാവമായിരുന്നു അത്. അപ്പോഴെല്ലാം ക്ഷമിക്കാനുള്ള, അത് മനസ്സിലാക്കാനുള്ള ത്രാണി കൂടെ നിൽക്കുന്നവർക്കുണ്ടായിരുന്നു. അതിലേറ്റവും വലിയ ഉദാഹരണമാണ് കാന്തപുരം ഉസ്താദ് അവർക്ക്. അവിടത്തോടും പല കാര്യങ്ങളും കൈചൂണ്ടി വളരെ കർക്കശമായ ശൈലിയിൽ തങ്ങൾ പറയുമായിരുന്നു. ആരെന്ന് തങ്ങൾ നോക്കിയിട്ടില്ല. പറ്റാത്തത് കണ്ടാൽ ആരുടെ മുമ്പിലും തുറന്നു പറയുന്ന മഹാനായിരുന്നു തങ്ങളവർ. അത് അനുകരണീയമാണ്. അത് പറയാനുള്ള ആർജവമാണ് നാം അനുകരിക്കേണ്ടത്. ഹക്കായ ഒന്നാണ് ഇവിടെ നിലനിൽക്കേണ്ടത്. അതിന് വിരുദ്ധമായതെല്ലാം ബാത്തിലാണ് എന്ന് എവിടെയും തങ്ങൾ ഉച്ചസ്ഥരം പ്രഖ്യാപിക്കുമായിരുന്നു. അങ്ങനെയുള്ള മഹാനരാണ് ഉള്ളാൾ തങ്ങളവർ. അവിടെ അവർ ഈ ചെറിയ പൊന്നാനി എന്ന് അറിയപ്പെടുന്ന വടുതലയിലും പല പ്രാവശ്യം കാലുകുത്തിയിട്ടുണ്ട്. നേരത്തെ സ്വാഗത ഭാഷണം നിർവഹിച്ച ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വടുതലയിലെ പ്രധാന പള്ളിയും സ്ഥാപനവും ഒക്കെയുള്ള ഹിദായത്തിൽ അന്ന് കാട്ടുപുറം പള്ളിയിൽ എൻ്റെ പൂർവികർ അന്ത്യവിശ്രമം കൊള്ളുന്ന മഖാം ഷരീഫിൽ വന്ന് കാന്തപുരം ഉസ്താദുമായി തങ്ങളവറുകൾ സിയാറത്ത് ചെയ്തു. എന്നിട്ട് വന്നിട്ട് ചോദിച്ചത്, ഈ മിസ്കീനെ
ഞാനടുത്ത് ചെന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം. പിന്നെ വന്നത് നമ്മുടെ